എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാരാണ് കുറച്ച് കഴപ്പ് കൂടുതൽ. സോറി ഓപ്പൺ ആയി പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര പുതിയ സംഭവം അല്ലേ. ഇറ്റ്സ് വെരി കോമൺ നൗഡേസ് സെല്ലിംഗ് ന്യൂഡിറ്റി. ബസ്സിൽ പോകുമ്പോൾ പറയുന്നില്ല, എനിക്ക് കൂടുതൽ തോണ്ടലും പിടിക്കുന്ന കിട്ടില്ല വല്ല 60 വയസ്സിന് മേലെ അപ്പന്മാരുടെ സൈഡിൽ നിന്ന്. ഇന്നത്തെ കാലത്ത് കഴപ്പില്ലാത്ത ഒരു പെൺകുട്ടി 4 ആൺകുട്ടികൾ, അവർക്ക് കഴപ്പെന്ന് പറഞ്ഞൊരു സംഭവമില്ല. അവര് ഒരു മണിക്ക് സമയത്ത് എറണാകുളം സിറ്റിയില് 4 വയസ്സുള്ള മകളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ലൈംഗികമായ കുറ്റകൃത്യം ചെയ്ത് അത് ഫോണിൽ പകർത്തിയെടുത്ത് അതുകൂടി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും. എന്തിനാണ് ഈ പിള്ളേരൊക്കെ ബാത്റൂമിൽ കയറിയിട്ട് 2 മണിക്കൂറും 3 മണിക്കൂറും 1 മണിക്കൂറൊക്കെ ചെലവഴിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ബോയ് ഫ്രണ്ട് വന്നിട്ട് നമ്മളെ ഒരിക്കലും ലീക്ക് ആവില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ, ഞാനിത് ഒരു പ്രാവശ്യം ചെയ്യത്തുള്ളൂ, ആ രീതിയിൽ പറയുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ അതിൽ വീണ് പോവാറുണ്ട്. പണ്ടത്തെ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായില്ല. ഞാൻ അതിനെ വിളിക്കുന്നത് സെക്സ് എന്നാണ്. സക്സസുമായിട്ട് സെക്സിന് അത്രയും ബന്ധമുണ്ട്. വാർത്തകൾ നമ്മളെ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, സ്വന്തം കിടപ്പറ ദൃശ്യങ്ങൾ വിറ്റു കാശ് വാങ്ങിയ ഒരു ഭർത്താവിനെ പറ്റിയുള്ള വാർത്തയാണ്. സംഭവം കൊല്ലത്താണ്. വാർത്ത കേട്ട് നമ്മളെല്ലാം ഒരു നിമിഷം ഞെട്ടിയിട്ടുണ്ടാകാം. എന്താണ് ഈ വാർത്തയുടെ യാഥാർത്ഥ്യം, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വനിതയുടെ അല്ലെങ്കിൽ ഈ കേസിൽ ഇരയാകപ്പെട്ട സ്ത്രീയുടെ അഭിഭാഷക നമുക്കൊപ്പം ഇന്ന് ഈ ചർച്ചയിലുണ്ട്. നമുക്ക് ശ്രീ പ്രശാന്ത് വി കുറുപ്പ് ഇതൊന്ന് നമുക്ക് വിശദീകരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാൻ തോന്നുന്നു. നമസ്കാരം പ്രശാന്ത്. ഇതിൽ സ്വന്തം ഭാര്യയുടെ കിടപ്പറ ദൃശ്യം ചിത്രീകരിച്ചു എന്നുള്ളതിലുപരി ഈ ദമ്പതികളുടെ മകളുടെ 4 വയസ്സ് മാത്രം പ്രായമുള്ള മകളുടെ മുമ്പിൽ വെച്ച് സ്വയംഭോഗം ചെയ്തതിന് ശേഷം അത് ചിത്രീകരിച്ച് അതും ഫോണിൽ കൂടി പലർക്കും അയച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള പോക്സോ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൂടി ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ പെൺകുട്ടി UK യിലായിരുന്നു. ഈ പെൺകുട്ടിയോട് പലരും പറയുന്നു ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നടത്തിയ അന്വേഷണത്തിലാണ് അവസാനം ഈ ഭർത്താവ് തന്നെയാണെന്ന് ഇത് ബോധ്യപ്പെട്ടത്. ഇതിനു മുമ്പ് സ്വകാര്യമായ ദൃശ്യങ്ങൾ ഭർത്താവ് പകർത്തിയിട്ടുണ്ടെങ്കിലും അത്തരം ദൃശ്യങ്ങളൊന്നും തന്നെ, ഇത് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് തന്നെ 7-6 വർഷമോളമായി. അപ്പം അത്തരത്തിൽ ഇയാളുടെ കുടുംബത്തിലേതടക്കം ഈ പ്രതിയുടെ കുടുംബാംഗങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഞെട്ടലുണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പം ആ കുടുംബാംഗങ്ങളുടെ സ്ത്രീകളുടെ അടക്കമുള്ള നഗ്ന ദൃശ്യങ്ങൾ ഇയാൾ സ്വന്തം ഫോണിൽ 6 വർഷമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. തന്നെയല്ല, ഈ 4 വയസ്സുള്ള മകളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള ലൈംഗികമായ കുറ്റകൃത്യം ചെയ്ത് അത് ഫോണിൽ പകർത്തിയെടുത്ത് അതുകൂടി മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള ഒരു ലൈംഗിക വൈകൃതം കൂടി ഇയാൾക്കുണ്ട്. അത് വിറ്റ് പണം വാങ്ങി എന്നുള്ളതാണ്. അത് കാരണം പോൺ സൈറ്റുകളിലാണിത്, ഇത്തരത്തിലുള്ള വിൽപ്പന നടത്തുന്ന സൈറ്റുകളിലാണിത് കാണപ്പെടുന്നത്. അതിനുശേഷം അപ്പോഴും ഈ പെൺകുട്ടി, നമ്മൾ സാധാരണഗതിയിൽ ഈ ദാമ്പത്യ ജീവിതത്തിനകത്ത് ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ പലപ്പോഴും വിവാഹമോചനത്തിലേക്ക് പോകും, കുട്ടികളുള്ളവരാണെങ്കിൽ പോലും. ഈ സ്ത്രീ വിദേശത്തു നിന്നും അവിടെ ഇത് വലിയ ഗുരുതരമായ കുറ്റകൃത്യമായതുകൊണ്ട് അവിടെ നാട് കടത്തപ്പെടും അല്ലെങ്കിൽ ജയിലിലടയ്ക്കപ്പെടും. കാരണം നാട്ടിൽ വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്, വിദേശത്ത് വെച്ച് UK വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളുണ്ട്, ദുബൈയിൽ വെച്ച് പണ്ട് ദുബൈയിലുണ്ടായിരുന്ന സമയത്ത് ദൃശ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ഈ ഭർത്താവിനെയും കൊണ്ട് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി കൊല്ലത്തെത്തുകയും കൊല്ലത്തെ പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുകയും ആ കൗൺസിലിംഗ് 2-3 ദിവസം അടുപ്പിച്ച് കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു. ആ കൗൺസിലിംഗ് വെച്ചും ഇയാൾക്ക് വലിയ മാനസിക പരിവർത്തനമൊന്നും ഉണ്ടായില്ലെങ്കിലും ഇയാൾ കൺഫസ് ചെയ്തു അവിടെ വെച്ച് ഇത്തരത്തിൽ സംഭവിച്ചു പോയി. പക്ഷേ ആ കൺഫെഷൻ പോലും ഈ കേസിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി മാത്രം നടത്തിയൊരു കൺഫെഷനാണ്. കാരണം അതിനുശേഷം ഈ കൗൺസിലിങ്ങിന് ശേഷം 2 ദിവസം ഇയാൾ മര്യാദയ്ക്ക് ഇരുന്നെങ്കിലും അടുത്ത ദിവസം വീണ്ടും ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഈ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് ചെയ്തത്. മാനസിക വൈകൃതമുള്ള ആളാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നിട്ട് ഈ പെൺകുട്ടിയെ ഇതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് പിറ്റേ ദിവസം ഈ അടുത്ത ദിവസം ഇവർ വിദേശത്തുനിന്ന് വന്നത് തന്നെ UK നിന്ന് വന്നത് തന്നെ ഈ മാസം 14-ാം തീയതിയാണ്. 17-ാം തീയതി ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായി ഉപദ്രവിക്കുകയും ഈ പെൺകുട്ടി കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഈ പെൺകുട്ടിയുടെ മൊഴി വൈകുന്നേരം പോലീസ് എടുക്കുകയും ഒരു CPO മാത്രമാണ്, ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറായ ജൂനിയറായ ഒരു പോലീസ് കോൺസ്റ്റബിൾ മാത്രമാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതുപോട്ടെ, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ മെറിറ്റിലേക്കൊന്നും കിടക്കുന്നില്ല.
എന്നിട്ടും അന്ന് രാത്രി കേസെടുത്തില്ല. പിറ്റേ ദിവസം ഇത് മാധ്യമങ്ങൾ, മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോഴാണ് പോലീസ് ഒരു അഡീഷണൽ എസ്ഐയും വീണ്ടും ഈ CPIയും കൂടെ വന്ന് മൊഴിയെടുക്കുന്നത്. മൊഴിയെടുത്ത സമയത്ത് 2 ദിവസം മൊഴിയെടുക്കുമ്പോഴും ഈ പെൺകുട്ടി കൃത്യമായ ദൃശ്യങ്ങളടക്കമുള്ളത് ഈ സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തത് ഈ ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഇവർ ഇതിന് ശേഷം ഇത് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അടക്കമുള്ള ഇത് കംപ്ലീറ്റ് രേഖകൾ കാണിച്ചിട്ടും പോലീസ് ഒരു മെല്ലെപ്പോക്ക് സമീപനമായിരുന്നു. അതിനുശേഷം അന്ന് രാത്രിയോടുകൂടിയാണ് മറ്റു മാധ്യമങ്ങളെല്ലാം കൂടി വാർത്ത കൊടുത്തപ്പോൾ മാത്രമാണ് കേസെടുത്തത്. ഞാനതിൻ്റെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. കേസെടുത്തതിന് പോലീസിനെ താമസിച്ചതിന് 1 ദിവസം അപ്പോഴത്തേക്ക് ഈ പ്രതി രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണിച്ചിട്ട് പോക്സോ വകുപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല. ഇതിനകത്ത് ഈ പ്രതി എന്ന് പറയുന്ന ആള് അവിടുത്തെ കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയുടെ മകനാണെന്നുള്ളതാണ് ഞെട്ടലുളവാക്കുന്നത്. അപ്പം അതും ഒരു പരിധി വരെ ചിലപ്പോൾ പോലീസിന് കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഈ പോലീസിൻ്റെ അടുത്ത സമയത്തുള്ള പരിഷ്കാരങ്ങൾ, ഇപ്പോൾ SI ജൂനിയർ SIമാരാണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരായിട്ട് വന്നിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതുവരെ പോക്സോ വകുപ്പ് ഇന്നിപ്പോൾ പെൺകുട്ടി ഹൈക്കോടതി സമീപിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതുപോലെ തന്നെ പെൺകുട്ടി ആദ്യമായി ഇതിനുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിനോട് പോലും താല്പര്യമില്ലായിരുന്ന പെൺകുട്ടി ഇന്ന് ആദ്യമായി മനോരമ അടക്കമുള്ള മറ്റു 1-2 മാധ്യമങ്ങളുമായി ഇതിനെപ്പറ്റി തുറന്ന് സംസാരിക്കാനും തയ്യാറായി. ഇത് വളരെ ഞെട്ടലോടുകൂടി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏറ്റവും സ്വകാര്യമായി ചിന്തിക്കുന്നത് നമ്മളുടെ കുടുംബമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യയാണ്. അവരെ ഭാര്യയെ നമ്മൾ മറ്റുള്ളവർ നോക്കുന്നതോ ഒന്നും പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവ് തന്നെ ചിലപ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ തന്നെ മറ്റുള്ളവർ പ്രവേശിക്കുന്നത് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആൾക്കാരാണ് ലോകത്തെ ഒരുമാതിരിപ്പെട്ട ഭർത്താക്കന്മാരെല്ലാം. അവിടുത്തെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് വിൽക്കാൻ തയ്യാറാകുന്ന ഒരു ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? മലയാളിക്ക് എനിക്ക് തോന്നിയത് മിനിമം 3 മുഖം നമ്മളിങ്ങനെ കാണുന്നൊരു മുഖം, പിന്നെ നമ്മൾ കുറച്ചുകൂടെ അടുത്തോട്ട് ചെന്ന് ഒരാളെ പരിചയപ്പെടുമ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പോൾ ഞാൻ വിചാരിച്ച ആളല്ലല്ലോ, പിന്നെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു മുഖം, അത് കുറച്ച് ഭീകരമാണ് ഈ സാധനം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ആ ഒരു സ്വകാര്യ നിമിഷത്തിന് വേണ്ടിയിട്ട് മൂടി വെച്ചിരിക്കുക. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല എന്തിനാണ് ഈ പിള്ളേരൊക്കെ ബാത്റൂമിൽ കയറിയിട്ട് 2 മണിക്കൂറും 3 മണിക്കൂറും 1 മണിക്കൂറൊക്കെ ചിലവഴിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? പുറത്തേക്ക് ഇറങ്ങാതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായും വീട്ടിൽ കയറി അപ്പം തന്നെ ഡോറും കുറ്റിയിട്ട് കളയും. എന്താണ് അവിടെ ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവിടെ എന്താണ് പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, സ്വാതന്ത്ര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു പിന്നെ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല. കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ മുതൽ അച്ഛനും അമ്മയും അവരോട് സംസാരിച്ചാൽ മാത്രമേ അവർ സംസാരിച്ച് പഠിക്കുള്ളൂ. നോ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അവർ വേറെ ലോകത്തേക്ക്, ഗാഡ്ജറ്റിന്റെ ലോകത്തേക്ക് പോകും. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവിടെ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് കിട്ടാൻ, ഇല്ലേ? അതുല്യ യുവനടിയാണ്, പുതിയ തലമുറയുടെ പ്രതിനിധിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം റോബിൻചേട്ടൻ പറഞ്ഞ പോലെ ഈ സ്വകാര്യത ഷൂട്ട് ചെയ്യുന്ന, ഇവൻ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെയും ബാത്റൂമിൽ കയറിയാൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാരും ഉണ്ട് എങ്കിൽ തന്നെയും സ്വന്തമായിട്ടാണെങ്കിലും നഗ്നചിത്രങ്ങൾ ഷൂട്ട് ചെയ്യുകയും അത് സ്വയം കാണുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക താല്പര്യമുള്ള തലമുറയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരിക്കലും അല്ല. ഡിപ്പെൻസ് നമ്മളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അത് കണ്ട് അതിൽ ഇൻസ്പയർ ആവുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ തലമുറ മൊത്തം അങ്ങനെയാണെന്നുള്ള രീതിയിലല്ല പറയുന്നത്. പക്ഷെ ഇത് ഒരു അഡിക്റ്റീവ് ഒരു പ്ലേസ് ആണ്, അഡിക്റ്റീവ് ആവാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. ആ പ്ലേസിൽ ആൾക്കാർ ഏത് രീതിയിൽ എത്ര നേരം നമ്മൾ അതിൽ ചെലവഴിക്കുന്നു അത് കണ്ടിട്ട് നമുക്ക് തോന്നുവാണ് ലൈക്ക് ഇങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ലായിരിക്കും, സ്വന്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പറഞ്ഞ കേസ് പോലെയോ ഏതാണെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു അഡിക്ഷനിൽ നിന്നാണ് നമ്മൾ ആ രീതിയിലേക്ക് പോകുന്നത്, അല്ലാണ്ട് എല്ലാവരും ആ രീതിയിലായി. അല്ല പ്രശാന്ത്, ഇത് ശരിക്കും ഈ ഫോൺ ലീക്ക് ചെയ്തതാണോ അതോ ഇയാൾക്ക് കൈവിട്ട് പോയതാണോ? സാധാരണഗതിയിൽ നമ്മൾ ഫോൺ നന്നാക്കാൻ കൊടുക്കുമ്പോൾ ഇത് ഇത്തരം രംഗങ്ങൾ ചിത്രീകരിച്ചു എന്നുള്ളത് ഒരു തെറ്റാണ്, കുറ്റമാണ്, വൃത്തികേടാണ്, അസഭ്യമാണ്. അതൊക്കെ നിൽക്കുമ്പോഴും ഇത് ഫോണിൽ സൂക്ഷിച്ചിരുന്നത് ഫോണിൽ നിന്ന് ഏതെങ്കിലും കാരണവശാൽ ഫോൺ പുറത്തു കൊടുത്ത് അങ്ങനെ സംഭവിച്ചതാണോ അതോ മനഃപൂർവ്വം ചെയ്തതായിട്ടാണോ? അല്ല, ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഈ പെൺകുട്ടി UK വെച്ച് ഭർത്താവുമായിട്ട് ഇങ്ങനെ ഒരു പ്രചരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് ഇയാളെ സമ്മതിക്കുകയായിരുന്നു. തന്നെ ഇയാൾ അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിലല്ലല്ലോ ജീവിക്കുന്നത്, നമ്മുടെ UK തന്നെ ഈ പെൺകുട്ടിക്ക് ഈ ഭർത്താവിനെ ആദ്യം ഇത്തരത്തിലുള്ള ദൃശ്യം പ്രചരിക്കപ്പെടുമ്പോൾ സംശയം വരാനുള്ള കാരണം കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുള്ള പത്തനാപുരം കൊല്ലം ഭാഗത്ത്, ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, ഇതൊരു ദമ്പതികളുണ്ടല്ലോ ഈ ഷോപ്പിംഗുമായി ബന്ധപ്പെട്ട അടുത്ത സമയത്ത് വിവാദങ്ങളിലൊക്കെ പെട്ട ഒരു ദമ്പതികൾ. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെടുകയും അയാൾ ഈ ദുബൈയിലുണ്ടാകുന്ന സമയത്തും ആ നാട്ടിൽ അവധിക്ക് വരുന്ന സമയത്തും
ഇത്തരത്തിൽ ഈ പങ്കാളികളെ കൈമാറുന്നു എന്നൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അത്തരത്തിലുള്ള സംഘത്തിലേക്ക് ഈ ഭാര്യയെ പോകാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ അതിന് പ്രേരിപ്പിക്കുകയും പലതവണ ചെയ്ത ഒരു പശ്ചാത്തലം ഈ പ്രതിക്കുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് അപ്പം ഈ സംശയം ഇയാളിലേക്ക് എത്തി. പിന്നെ ഇയാളുടെ ഫോൺ പരിശോധിച്ച് നോക്കിയപ്പോൾ ഫോണിനകത്ത് നിന്ന് മനസ്സിലായി. പിന്നെ തന്നെയല്ല ഇയാൾക്ക് മാത്രം ആക്സസ് ഉള്ള, ഇയാളത് അങ്ങോട്ട് കൊടുത്തതിൻ്റെയും മറ്റും കാര്യങ്ങൾ കാരണം MBA ബിരുദധാരിയായ ഒരു പെൺകുട്ടിയാണ്. ഇയാൾ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ടുള്ള ആളുമാണ്. കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വ്യക്തമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി അന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഒരു കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പം ആ സമയത്ത് ഈ പെൺകുട്ടിയും ഇയാളും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ ഞാൻ കേട്ടു, റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ. അതിൽ ഇയാൾ കൺഫസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ആദ്യം ഇയാൾ പറഞ്ഞു ഞാൻ പണത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞു, ഞാനത് ഇങ്ങനെ കൈമാറി അങ്ങനെ പോയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇയാൾ തന്നെ കൺഫസ് ചെയ്യുന്ന ആ സംഭാഷണങ്ങൾ അടക്കം ഇയാളോട് പറഞ്ഞു ശരിയെങ്കിൽ നമുക്ക് നാട്ടിൽ പോയി ഒരു കൗൺസിലിംഗ് നടത്താം എന്ന് പറയുന്നത് അടക്കമുള്ള സംഭാഷണങ്ങൾ നമ്മുടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായി, അതായത് വെറും ഒരു സ്ത്രീക്ക് ഒരു ദിവസം നേരം വിളക്കുമ്പോൾ തോന്നുന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംഗതി അല്ല ഇത്. പ്രിയ ഷൈൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതിപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾ ഒരുപാട് ഇതിൽ സ്ത്രീ ഇരയാകപ്പെടുന്നു. ഇത് സ്ത്രീക്ക് തടയാൻ കഴിയുന്നില്ലേ? അതോ എന്താണ് ഇതിൻ്റെ പിന്നിലത്തെ ഒരു സാധ്യത? എന്താണ് ഇതിൻ്റെ ഒരു സാഹചര്യം? എന്താണ് ഇവിടെ അഡ്വക്കേറ്റ് പ്രശാന്ത് വി കുറുപ്പ് സാറ് പറഞ്ഞ, ആദ്യം ഞാൻ അത് പറഞ്ഞിട്ട് പറയാം. അതായത് അദ്ദേഹം പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേരുമ്പോൾ, അതായത് ഡിവൈൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണ ചേരുക എന്ന് പറയുന്നത്. അങ്ങനെ ഇണ ചേരുന്ന സമയത്ത് വീഡിയോ എടുത്ത് അത് പോൺ സൈറ്റിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് ആണിനെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ പക്ഷെ ഒരിക്കലും ആ ഒരു നിലപാടിനോട് യോജിക്കുന്നില്ല. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവുമായിട്ട് താൻ ഇണ ചേരുമ്പോൾ, അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആ സ്ത്രീ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതും തങ്ങളുടെ സ്വകാര്യതയിൽക്കുള്ളിലെ സ്വകാര്യത എന്തിന് അവിടെ ചിത്രീകരിക്കുന്നു? അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ അവിടെ ഒരിക്കലും ഒരു പക്ഷേ ഒരു വളരെ പവിത്രമായ ഒരു അയാൾക്ക് മനസ്സിലുണ്ടായിരുന്ന റിലേഷൻ ആയിരിക്കണം എന്നില്ല ഈ സ്ത്രീക്ക് ഉണ്ടായിരിക്കുക. അവൾ എത്രത്തോളം സ്നേഹിക്കപ്പെടാൻ വേണ്ടി അയാളുടെ ഇംഗിതത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ചിലപ്പോൾ അയാൾ ഇത്തരം താല്പര്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് കണ്ണടച്ചിട്ടുണ്ടാവാം. അവിടെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവും. ഇമോഷണൽ ബോണ്ടിങ് ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. ഞാൻ അതവിടെ മാറ്റി വെക്കാം. രണ്ടാമത് അഡ്വക്കേറ്റ് സാറ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വയംഭോഗം സ്വന്തം അച്ഛൻ ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ അത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു യഥാർത്ഥ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത് സ്വന്തം മാതാവ് അത് അറിയുന്നില്ലേ? ഏതൊരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ മാം പറയുന്ന വേർഷൻ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കുകയല്ലാതെ നിവൃത്തികേട് വരുന്നിടം വരെ നമുക്കിത് ഒരിക്കലും ഇല്ല. സ്ത്രീ നിവൃത്തികേടിന്റെ ഒക്കെ കാലം കഴിഞ്ഞു മാഷെ. നിവൃത്തികേട് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ലിസ്റ്റിലില്ല. നമ്മളുടെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് അഭികാമ്യമായ ഒരു സംഭവമല്ല അത്. ഏതൊരു പുരുഷൻ ചെയ്താലും, അത് ഭർത്താവ് ചെയ്താലും പിതാവ് ചെയ്താലും സഹോദരൻ ചെയ്താലും നോ എന്ന് പറയാനും പ്രതികരണ ശേഷി ഉണ്ടായില്ലെങ്കിൽ സ്ത്രീ എന്നും സ്ത്രീയായി തന്നെ തുടരുമെന്നാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ മാമിന്റെ കാലഘട്ടത്തിലെ സ്ത്രീകളിൽ നിന്ന് ഇന്നത്തെ സ്ത്രീകൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. പാലക്കാടൻ ഒരു ഗ്രാമീണ ഒരു പശ്ചാത്തലത്തിൽ നിന്നും എൻ്റെ അമ്മയെ പാലായിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ മോനാണ്. അച്ഛൻ്റെ ചിട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും മിണ്ടിയാലും അദ്ദേഹത്തിന് സംശയമാണ്. ആ ഒരു ചിട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് 50-51 വർഷത്തോളം നിശബ്ദയായി ജീവിച്ച ഒരമ്മയുടെ മകളാണ് ഞാൻ. അപ്പം ഞാൻ കണ്ടുപഠിച്ചത് പുരുഷനും സ്ത്രീക്കും തുല്യത വേണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഇതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ഒരു പുരുഷനെ അനുസരിച്ചും ബഹുമാനിച്ചും ആദരിച്ചും ജീവിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ, അവരുടെ കുടുംബം നന്നാവുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുല്യ, എന്താ ഈ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ ഒരു വേർഷൻ പറയുന്നത്? ഒരു കാമുകൻ, ഭർത്താവ്, അവരൊക്കെ ഇത്തരത്തിലൊരു താല്പര്യം മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പക്ഷേ കാമുകനെ പൂർണ്ണമായും അല്ലെങ്കിൽ ഭർത്താവിനെ പൂർണ്ണമായും വിശ്വസിച്ചു പോകുന്നതിൻ്റെ ഒരു ചതി ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇതിൽ പുതിയ തലമുറ പഴയ തലമുറ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നോർമലി സംസാരിക്കണമെന്ന് വിചാരിക്കരുത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ചില സമയത്ത് ചില
ആൾക്കാരുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു സ്ത്രീ പെത്തറ്റിക് ആയിട്ടൊരു സ്നേഹം ഡെസ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരുടെ ചിലപ്പോൾ ബോയ് ഫ്രണ്ട് ഇങ്ങനെ പറയുമായിരിക്കും, ലൈക്ക് ഇങ്ങനെ ചെയ്യട്ടെ ചോദിക്കുമ്പോൾ ഫസ്റ്റ് നിരസിച്ചെങ്കിലും ഒരു പക്ഷേ അവർ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ യെസ് പറഞ്ഞ് പോവായിരിക്കും. അല്ലെങ്കിൽ കൺവിൻസിങ് പവർ അനുസരിച്ചിരിക്കും. ദ ബോയ് ഫ്രണ്ട് വന്നിട്ട് നമ്മളെ ഒരിക്കലും ലീക്ക് ആവില്ല, നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവത്തുള്ളൂ, ഞാനിത് ഒരു പ്രാവശ്യം ചെയ്യത്തുള്ളൂ, ആ രീതിയിൽ പറയുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ അതിൽ വീണ് പോവാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്, അതാണ് ഞാൻ പറഞ്ഞു തരണത്. അത് തെറ്റാണ്, പക്ഷെ മാനിപ്പുലേഷൻ ആണ് അതിൽ മെയിൻ ഇഷ്യൂ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മോള് ഞാനൊരു കോമൺ ഞാനാണ് മോള് അങ്ങനല്ല ഞാൻ പറഞ്ഞത്, അങ്ങനല്ല മോളൊരു വൈഫായി കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് പറയാണ് നമുക്ക് ഇങ്ങനെ ഒരു രംഗം ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ മോളുടെ ഓൺ ദ സ്പോട്ടിൽ ഉത്തരം എന്തായിരിക്കും? പറ്റില്ല എന്ന് പറയും. പ്രധാനപ്പെട്ട കാര്യമുള്ളത് എല്ലാ സ്ത്രീകളും ഈ പ്രിയമാടം പറഞ്ഞ രീതിയിൽ കരുത്തരും ബോൾഡ് ആയിരിക്കണം ഉള്ളവരല്ല. സ്ത്രീ എപ്പോഴും സ്ത്രീ പുരുഷ തുല്യതയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീക്ക് എപ്പോഴും കുറച്ചുകൂടി പരിഗണന കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ 25 വർഷത്തെ അഭിഭാഷക ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ, അത് ഈ ചർച്ചയിൽ നമ്മൾ പറയുന്ന ചാലക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് കുറ്റപ്പെടുത്തലുണ്ടാവാം. പക്ഷെ സ്ത്രീ എപ്പോഴും എല്ലാ സ്ത്രീകളെയും ജയലളിതയുടെയും സോണിയാഗാന്ധിയുടെയും മമതാ ബാനർജിയുടെയും നിലവാരത്തിൽ കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടുപുറത്തുള്ള സ്ത്രീകൾ, ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലെ സ്ത്രീകളെ, കേരളത്തിന് പുറത്ത് ഞാൻ സ്ത്രീകളുമായിട്ട് ഫ്ലൈൻ്റായി വരുന്ന സ്ത്രീകൾ, അവരൊക്കെ തന്നെ പലപ്പോഴും ഭർത്താക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയും ഭർത്താക്കന്മാർ പറയുന്നതെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുകയും, അത് ജെൻഡർ വ്യത്യാസവുമില്ല. പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ കേസുമായി വരുമ്പോൾ, അട്രോസിറ്റി അഗൈൻസ്റ്റ് വുമൺ കേസുമായി വരുമ്പോൾ പോലും അവർ പോലും പുതിയ നമ്മൾ ജെൻസി അല്ലെ ജെന്നിസഡ് എന്നൊക്കെ പറയുമ്പോൾ പോലും അവർ പോലും പലപ്പോഴും കാമുകനായ പുരുഷനെ വിശ്വസിക്കുന്നു, കാമുകനായ പുരുഷനെ അമിതമായി അവരെ ട്രസ്റ്റ് ചെയ്യുന്നു, അവർ പറയുന്നവണ്ണം കേൾക്കുന്നു. അവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ ഇപ്പോഴും വലിയ വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ഒരുപാട് വനിതാ വിമോചകരും ഒക്കെ പറയും, ഇത്തരത്തിൽ പറയുമെങ്കിലും കാലഘട്ടം ഇപ്പോഴും പുരുഷനോട് വിധേയപ്പെട്ടു പോകുന്ന സ്ത്രീകളെയാണ് നമ്മൾ കൂടുതൽ കണ്ടെത്താൻ. ഒരിക്കലും ഇല്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകൾ വളരെ ബോൾഡാണ് സാറേ. ഒരു എത്രയോ ഇന്നലെ തന്നെ ഒരു 13 വയസ്സുകാരി ഒരു അപ്പൂപ്പനെ കൊന്നു. എവിടെയാ സാറേ സ്ത്രീ ബോൾഡ് അല്ലാത്തത്? ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീകളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. എല്ലാ സ്ത്രീകളും ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണെന്ന് പറയാൻ പറ്റില്ല. 13 വയസ്സുകാരിയുടെ കാര്യത്തിൽ പോലും ഒരു മാഡം പറഞ്ഞതിനകത്തൊരു ഒരു വലിയ അപകടമുണ്ട്. ആ കുട്ടിക്ക് ഒരു പേരന്റിങ് കൃത്യമായി കിട്ടിയിട്ടില്ല. ആ കുട്ടിക്ക് കൃത്യമായി ഒരു 13 വയസ്സുകാരുടെ വിഷയത്തിലേക്ക് നമ്മളെപ്പോഴും തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നിരന്തരമായി കുറ്റകൃത്യം അല്ലെങ്കിൽ ഫാമിലി പ്രശ്നം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രശ്നം സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഇടുന്നതിനെക്കാട്ടി കൂടുതൽ ആളുകൾ അഭിഭാഷകനടുത്ത് സമീപിക്കും. പക്ഷേ സ്ത്രീകളല്ലേ സാർ ഏറ്റവും അധികം കുറ്റം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ? അല്ല, അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസത്തിനെ പറ്റി അളവെടുക്കേണ്ട ഒരു സമയം. ഒരു മിനിറ്റ് ഇടപെട്ടു. മിസ്റ്റർ ജോളി ജോസഫ്, നിങ്ങൾ കുറച്ചുകൂടെ ലോകം കണ്ട മനുഷ്യനല്ലേ. ഇത് നമ്മുടെയൊക്കെ കൈകളിലേക്ക്, ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെയൊക്കെ കൈകളിലേക്ക് പോൺ വീഡിയോസ് എത്തുന്നുണ്ട്. നമ്മളുടെ പല ആണുങ്ങളുടെ ഗ്രൂപ്പുകളിലും സ്വകാര്യ ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മൾക്ക് പോൺ വീഡിയോസ് കാണുന്നുണ്ട്. പ്രശാന്ത്, അതിനകത്ത് നമ്മളുടെ കയ്യിലേക്കൊക്കെ എത്തുന്ന പോൺ വീഡിയോകളിൽ 95% പോൺ വീഡിയോകളും കാമുകനും കാമുകയും സന്തോഷത്തോടും സ്നേഹത്തോടും റെക്കോർഡ് ചെയ്ത. തീർച്ചയായിട്ടും ഇതൊരു ഭയങ്കര ഞെട്ടലാണ്. ഭാര്യയും ഭർത്താവും റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഇങ്ങനെ ഇതൊരു യൂഷ്വൽ പ്രോസസ്സായി മാറിയിട്ടുണ്ടോ? എന്താ ജോളിച്ചൻ്റെ ഒരു? എൻ്റെ തലയിൽ വരുന്നത് ഒറീസയിൽ, നമ്മൾ ദൂരത്തോട്ട് പോകണ്ട, ഒറീസയിൽ പോയാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, കാമാഖ്യ. സോ ഇദ്ദേഹം ലോകപരിചയമുള്ള ആളാണ്. അവിടെ നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ ഐ തിങ്ക് 6ാം നൂറ്റാണ്ടോ 5ാം നൂറ്റാണ്ടോ 6ാം നൂറ്റാണ്ടോ തോന്നുന്നു. അവിടുത്തെ വലിയ ഭീമാകാരമായിട്ടുള്ള കല്ലേൽ കൊത്തിവെച്ചിരിക്കുന്ന മുഴുവൻ രതിബിംബങ്ങളാണ്, ഇണ ചേരുന്നതാണ്. അത് ഏതൊക്കെ പൊസിഷനാണോ എങ്ങനെയാണ് ഈ 64 കാമശാസ്ത്രങ്ങൾ വൃത്തിയോടെ കൃത്യതയോടെ എഴുതി വെച്ചിട്ടുള്ളതാണ്. സോ അന്നും അത് പ്രദർശന വസ്തു തന്നെ ആയിരുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് 5, 6 നൂറ്റാണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന ഈ ഇപ്പോൾ വീഡിയോയിൽ ഇറങ്ങിയതും അതിൻ്റെയൊക്കെ അങ്ങേയറ്റത്ത് ഇപ്പോഴും ആൾക്കാർ അവിടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ വർഷവും ഒറീസയിൽ പോയിട്ട് ഭുവനേശ്വറിൽ വണ്ടി ഇറങ്ങിയാൽ മതി, അവിടെ നിന്ന് ബസ് കിട്ടും, ട്രെയിൻ കിട്ടും, ഭാരതിയിലേക്ക് അവിടെ ഇറങ്ങിയാൽ പോകാവുന്നതാണ് ഈ സ്ഥലം. ഇത് എന്തെങ്കിലും തുടങ്ങിയിരുന്നില്ല, ഈ പ്രദർശിപ്പിക്കുക, അതിൽ നിന്നൊരു ബെനഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതെല്ലാം ലൈഫിന്റെ കാലകാലങ്ങളായിട്ടുള്ളതാണ്. നത്തിങ് ന്യൂ.
എനിക്ക് തന്നെ മനസ്സിലാവുള്ളത് പെട്ടെന്ന് ആൾക്കാർക്ക് ഞെട്ടലും രോധവും ദേഷ്യവും അരിശവും വാട്ട് ഹാപ്പൻ ടു ദ ടെമ്പിൾ ദിസ് ഹാപ്പൻ. ഞാൻ പറയുന്നത് എത്രയോ കാലഘട്ടത്തിന് മുമ്പുണ്ടത്. അവിടെ സ്പെഷ്യലായി പൂജയുണ്ട്. അതെ, സ്പെഷ്യൽ പൂജ ഉണ്ട്. ഇനി ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയ ആളാണ്, ഇന്ത്യ മുഴുവനും വിദേശങ്ങളിലും. ഈവൻ ഏഷ്യൻ കൺട്രീസിലെ സ്പെഷ്യൽ പോയാൽ അവിടെയുള്ള പൂജകളിൽ മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഞെട്ടലും ചീറ്റലും ഉണ്ടാവില്ല. ഇവിടെ സംഭവിച്ചൊരൊറ്റ കാര്യമുള്ളൂ, വിച്ച് വി ആർ അഗെയിൻസ്റ്റ്. എണ ചേരുന്നത് ഷൂട്ട് വെച്ചത് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ഒരു തമാശയോടെ പറഞ്ഞാൽ ചിലപ്പോൾ ദേ വാണ്ട് ടു സീ ഇറ്റ് ദംസെൽഫ് ടു കറക്റ്റ് ദംസെൽഫ്. ഓക്കെ, അവർക്കൊരു നമുക്ക് നോക്കിക്കണ്ട് നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാം, അങ്ങനെ ആവാമല്ലോ. ഞാൻ പറയുന്ന ഒരു ലളിതമായിട്ട് ബട്ട് എണയുടെ സമ്മതമില്ലാതെ ഷൂട്ട് ചെയ്യുന്നതും എണയുടെ സമ്മതമില്ലാതെ പ്രദർശിപ്പിക്കാൻ കൊടുക്കുന്നതും തെറ്റ് തന്നെയാണ്. അത് ഞാൻ ആരംഭിച്ചില്ല, അയാളെ വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ പറയുള്ളൂ. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞല്ലോ ഷൂട്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കറക്ഷൻ ആണ്, അതൊരു കണ്ണാടിയുടെ മുമ്പിൽ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മാഡം, എനിക്ക് അറിഞ്ഞൂടാ കണ്ണാടിയുടെ മുമ്പിൽ കറക്ഷൻ ഒക്കെ നടക്കുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പ്രതിബിംബം പിന്നീട് കണ്ട് കറക്റ്റ് ചെയ്യുന്ന ഞാൻ ഒരു ലളിതമായിട്ട് പറഞ്ഞു, അത് സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഞെട്ടലുന്നത് ഇപ്പം എന്റെ ഫ്രണ്ട് സർക്കിളിൽ പലരുണ്ട്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടതൊക്കെ പഴയ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഓഡിയോ കുറെ റീലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്കത് വെറുപ്പാവാൻ തുടങ്ങി, അറപ്പാവാൻ തുടങ്ങി. റൈറ്റ്, ഇപ്പൊ പുതിയ താരങ്ങൾ ഈ തെരശ്ശീലോട്ട് വന്നിട്ടുണ്ട്, മുന്നിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദേ ആർ മേക്കിംഗ് മണി. ഐ ബിലീവ് ദേ പുട്ടിംഗ് റൈറ്റ് അക്രോസ് യൂട്യൂബ്. പിന്നെ അല്ല, യൂട്യൂബിൽ ഇട്ടിട്ട് എന്നാ പറയുന്നത്, മറ്റേ പൈസ കൊടുത്താൽ യു ഗെറ്റ് സബ്സ്ക്രിപ്ഷനിൽ ദേ ആർ ഓൾ വെരി ബിഗ് ആർട്ടിസ്റ്റ് താരങ്ങളാണ്, മിന്നും താരങ്ങളുണ്ട്. സോ ഇറ്റ്സ് നത്തിങ് ന്യൂ ടു ദ വേൾഡ്. നിങ്ങൾക്ക് ആനയാണ് ചേരയാണെന്നൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, കാറ്റഗറിക്കലി എണയുടെ സമ്മതനമില്ലാതെ ഷൂട്ട് ചെയ്ത് പ്രൊജക്ട് തെറ്റാണ്. അതിന് ഇവിടെ നിയമം ഉണ്ടോയെന്ന് സാറാണ് പറയേണ്ടത്. ഇറ്റ് മസ്റ്റ് ബി പണിഷ് എന്ന് ഞാൻ പറയുള്ളൂ. അല്ല, ഇതിനകത്ത് അതുല്യം എന്തോ പറയാൻ വന്നിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര പുതിയ സംഭവം അല്ലേ. ഇറ്റ്സ് വെരി കോമൺ നൗഡേസ് സെല്ലിംഗ് ന്യൂഡിറ്റി. എവരിവൺ ഈസ് ഡൂയിങ് ഇറ്റ്, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ്. ഐ ആം നോട്ട് സേയിങ് സോറി, എവരിവൺ അല്ല, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ഇറ്റ്. പക്ഷെ സമ്മതമില്ലാണ്ട് ചെയ്തത് ഇറ്റ് ഈസ് വെരി ബാഡ്. പക്ഷെ നിങ്ങൾ നോക്കുവാണെങ്കിൽ സർവേ വൈസ് ഞാൻ പറയാണ്, ഇപ്പോൾ ഈവൻ ഇൻ പോൺ സൈറ്റ്സ് പ്രൊഡക്ഷൻ വൈസ് ഫുൾ ഷൂട്ട് ചെയ്ത് പ്രീ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത് വീഡിയോസിനേക്കാളും കൂടുതൽ ഇറ്റ് ഇസ് മോർ ലൈക്ക് പ്രൈവറ്റ് സ്പേസിൽ സ്വന്തം ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫോ അവരുടെ വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. വീഡിയോസ് മോസ്റ്റ്ലി ദാറ്റ് ടു ഇസ് ദേർ, റെസ്പോൺസും കൂടുതലാണ്. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് ദേ ബോത്ത് രണ്ടുപേരും ഓക്കെ ആയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. മേ ബി ദ ബോയ് ഫ്രണ്ട് ചിലപ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും സാർ പറഞ്ഞ പോലെ കറക്റ്റ് ചെയ്യാൻ വിചാരിക്കും. ഐ ഡോണ്ട് തിങ്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നില്ല. ഒരു വശമുണ്ട്, അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറയാൻ വന്നൊരു കാര്യം. പക്ഷെ മോസ്റ്റ് വീഡിയോസിൽ കാണുമ്പോഴും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ബോയ് ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് പോൺ സൈറ്റ്സിൽ സെല്ല് ചെയ്യാണ്. ഡെഫിനറ്റ്ലി വിത്ത് ഫോർ മണി ദേ ആർ ഡൂയിങ് ഇറ്റ്. അല്ലാണ്ട് വെറുതെ അവർക്ക് തന്നെ കാണണം എന്നുള്ള രീതിയിലാണെങ്കിൽ അവർ തന്നെ ഫോണിലിരുന്ന് കണ്ടാൽ പോരെ ചെയ്തിട്ട്. പക്ഷെ ഇഫ് ദേ ആർ അപ്ലോഡിങ് ഇറ്റ്, ഡെഫിനറ്റ്ലി അവരുടെ ബെനിഫിറ്റ് സൈഡും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് രണ്ടുപേരുടെയും സമ്മതപൂർവ്വമാണെങ്കിൽ ഓക്കെ, ദേ ക്യാൻ ഷെയർ ദ മണി. അതല്ലാണ്ട് ഒരാളുടെ സൈഡ് മാത്രം എടുത്തിട്ട് അവരുടെ പേർപ്പസിന് വേണ്ടി കുറെ കേട്ടിട്ടുണ്ട്, ലൈക്ക് എന്നെ ഇങ്ങനെ ഉപയോഗിച്ച് കളഞ്ഞു ആൻഡ് അത് ഇതിനു വേണ്ടി യൂസ് ചെയ്തു. അതൊക്കെ വളരെ റോങ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ കാലം വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാവരുടെയും എല്ലാം അവൈലബിൾ ആണ്. സൈക്കോളജിയെ പറ്റി നമുക്കൊരു കാര്യം നേരെ കാണാനാണോ, എന്ത് കാര്യവും അത് ഒളിഞ്ഞിരുന്ന് കാണാനാണോ ഇഷ്ടം? ഈ ബിഗ് ബോസ് ഒക്കെ വരുന്ന പോലെ അപ്പുറത്തെ വീട്ടിലുണ്ടാകുന്ന അടി കാണാൻ എല്ലാം തുറന്നു കാണിച്ച ഒരു വലിയ താരം, മിന്നും താരം ബോളിവുഡില് മലയാളക്കരയിൽ വന്നപ്പോ MG റോഡ് ബ്ലോക്ക് ആയിരുന്നു. അവരെ വെച്ചിട്ട് അവരുടെ ഒന്നും കാണാത്ത
ഒരു മലയാളി ഇല്ല. അല്ല അവര് ഹൈഡ് ചെയ്തു, അവര് ബോഡി ഹീറോയിൻ അവരുടെ ബോഡി അവര് ഹൈഡ് ചെയ്തു. അല്ല ഇപ്പൊ മലയാളത്തിൽ നമുക്ക് മഞ്ജു വാര്യറിനേക്കാൾ വലിയൊരു നായിക മലയാളത്തിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ മഞ്ജു വാര്യർ വന്നാൽ കൂടുന്നതിന്റെ 5 ഇരട്ടി ആൾക്കാർ ബ്ലോക്കായി. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഇത് നമുക്ക് എന്താ വെച്ചാൽ ഈ ഒളിഞ്ഞു നോട്ടത്തെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള സംഗതിയാണ്. അത് ഈ ഞാൻ നേരത്തെ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനത്തെ വീഡിയോസിലാണ് കൂടുതൽ വ്യൂസും എൻഗേജ്മെന്റും കൂടുതൽ എന്ന് പറയുമ്പോൾ ഇപ്പം ഓൺലി ഫാൻസ് ഒക്കെ പോലുള്ള OTT പ്ലാറ്റ്ഫോമിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. വെബ്സൈറ്റ് അല്ലേ? വെബ്സൈറ്റ് ഓൺലി ഫാൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റ് പിന്നെ കുക്കിങ്ങും മറ്റു സാധനങ്ങളൊക്കെ തുടങ്ങിയത്. ഇപ്പൊ അതിന് 20% കമ്മീഷനുണ്ട് കൊടുക്കുന്നവർക്ക്. അവര് 20% കമ്മീഷൻ എടുക്കും. അങ്ങനത്തെ പരിപാടിയാണ്. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. നല്ല കച്ചവടം ഇപ്പോൾ. അപ്പൊ ഇത് വിശ്വസിക്കില്ല. എന്താ വെച്ചാല് 18ാം നൂറ്റാണ്ടിൽ ലേഡി ഗോഡിവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസസ്, ഒരു രാജ്ഞി. അപ്പോ 18ാം നൂറ്റാണ്ടിലെ ഇംഗ്ലീഷ് രാജാവാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ ടാക്സ് ഈടാക്കുന്നതിനെ കുറിച്ച് ഒരു വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ഇവർ പറഞ്ഞു അത് മോശമായി പോയി, അത്രയും പാടില്ല എന്ന് പറഞ്ഞപ്പം ഇയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനത് കുറയ്ക്കാം, പക്ഷെ ആ നഗരത്തിൽ ഒരു നഗരമുണ്ട്, ആ സിറ്റിയിലൂടെ നഗ്നയായി കുതിരപ്പുറത്ത് യാത്ര ചെയ്യണം, അങ്ങനെയാണ് ഞാനത് ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവർ തയ്യാറായി. അവർ നഗ്നയായിട്ട് പോയപ്പോൾ ആരും രാജ്ഞിയല്ലേ, കാണാൻ പോലും പാടില്ലല്ലോ, എല്ലാവരും വാതിലടച്ച് ദൈവമേ പ്രാർത്ഥിച്ചിരുന്നു, ഒരാളും കണ്ടുപോയിരുന്നു. പക്ഷെ ഒരു ടൈലർ ആരും കാണാതെ, അയാളുടെ പേര് ടോം എന്നാണ്, അവൻ ഇങ്ങനെ പതുക്കെ ഒളിഞ്ഞു നോക്കി. അങ്ങനെയാണ് പീപ്പിംഗ് ടോം എന്ന വാക്കുണ്ടായത്, ഒളിഞ്ഞു നോട്ടക്കാരൻ എന്ന വാക്കുണ്ടായത്. പക്ഷെ ഇത് ഈ ഒരു സാധനം ചരിത്രപരമായി, പക്ഷെ അതിനൊരു വലിയൊരു ഒരു തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷെ ഒരു വലിയ നിരീക്ഷണമുണ്ട്. ഇംഗ്ലീഷുകാർ ലോകം മുഴുവൻ യാത്ര ചെയ്ത് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയും വന്നു. ഇവിടെ മാറുമറയ്ക്കാത്ത സ്ത്രീകളുണ്ടായിരുന്ന സ്ഥലമാണിത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ഒളിഞ്ഞുനോട്ടക്കാരായി മലയാളി മാറിയത്? ഇവൻ ഇതിവിടെ കൊണ്ട് തന്നിട്ട് പോയി, ഈ സാധനം നമുക്ക് തന്നിട്ട് പോയി, അവനത് നിർത്തി. ഈ പീപ്പിംഗ് ടോം പരിപാടി അവൻ നിർത്തി. പക്ഷെ നമുക്കിപ്പോഴും അതിന്റെ ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്തിട്ട് ഒരു പെട്ടെന്ന് ഈ പീപ്പിംഗ് വന്നപ്പോൾ എനിക്ക് ഹോട്ടലുകളുണ്ട് കൊച്ചിയിൽ, നമുക്കൊക്കെ CCTV ക്യാമറകളുണ്ട്. ഒരു ദിവസം ഒരു കംപ്ലൈൻറ്റ് കയറി വരുന്നു, എൻ്റെ ഒരു സ്ഥലത്തുള്ളൊരു ഹോട്ടലിൽ, ഇനി അതൊന്നും പറയാൻ പാടില്ല, എന്നാലും ഈ പീപ്പിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. അവിടെ ആരോ ഈ ഡോറയിൽ രാത്രി നോക്കിയതല്ല, അങ്ങനെ ആർത്തലച്ച് വീണോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം നോർമലാന്ന് വെച്ചാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ CCTV മുഴുവൻ ചെക്ക് ചെയ്തു, മുഴുവൻ അത് ഓടിക്കാൻ തുടങ്ങിയാണ്. ആൻഡ് ഇറ്റ് വാസ് ഷോക്കിംഗ് എന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന ഒരാൾ, അയാൾ അവിടെ താമസിക്കുന്നുണ്ട്, അദ്ദേഹം ഈ ഇതില്ലേ മറ്റേ താഴിന്റെ കീ ഹോളിൽ കൂടെ ഇവൻ ഓരോ ഫ്ലോർ നടക്കുക. എന്നിട്ട് ഇതിൽ കൂടെ ഒരു സ്ത്രീയാണ് അവിടെ ഉള്ളെങ്കിൽ, കാരണം ഇവനെ അറിയില്ലല്ലോ സ്ത്രീയാണോ പുരുഷാണെന്ന് അറിയില്ല, പുരുഷാണെങ്കിൽ അവിടെ പെട്ടെന്ന് പോകും, സ്ത്രീ ആണെങ്കിൽ അയാൾ ഈ കാല് തെന്നിപ്പോഴേ യാർ തലച്ച് ഡോറിലേക്ക് വിടുന്നത്. പൊക്കിയിട്ട് ഞാൻ ഇമ്മീഡിയറ്റ്ലി കടവന്ത്ര പോലീസ് സ്റ്റേഷൻ പറഞ്ഞു. ബിക്കോസ് ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കുന്നത് മാത്രമല്ല, ഇറ്റ്സ് ബാഡ് ഫോർ മീ. എന്റെ ഇമേജ്, ഒരു സ്ത്രീ പിന്നെ അവിടെ ഒന്നും താമസിക്കില്ല, ധൈര്യപ്പെടില്ല. അപ്പൊ ആരും അറിയാതെ തന്നെ എന്നുള്ളതും ഒരു ചില ആൾക്കാരുടെ മാനസിക എന്താണ് രോഗം എന്ന് ഞാൻ പറയും, വൈകല്യം. അല്ല മാഷേ, പോലീസിൽ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിലും ഏറ്റവും വേണ്ടത് അതാണ്. ശരിക്കും പറഞ്ഞാല് ബസ്സിലൊക്കെ ആണെങ്കിലും നമ്മൾ സവാദിന്റെ കാര്യം കേട്ടു, നമ്മൾ ആദ്യം ഓർത്തു അത് പെണ്ണിന്റെ ഇതെന്താണെന്നറിയോ, മാനസിക വൈകല്യത്തിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു രൂപീകൃത, അതൊരു നമ്മൾ അത് ഓക്കെ. അതിന് നമ്മളിപ്പോ ഇതിനൊരു തലമുറ മാറ്റത്തിന്റെ ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചും, ഞാനിപ്പോൾ പ്രശാന്തിനെ ഈ ചർച്ചയിലേക്ക് വിളിച്ചപ്പോൾ നമ്മൾ ഈ ചർച്ച കോർഡിനേറ്റ് ചെയ്തപ്പോഴും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം, നമ്മുടെ സ്വകാര്യത വിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കൊരു അതിശയോക്തി നിറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റിയിലേക്ക്, നമ്മളതിൻ്റെ ചർച്ചയിലേക്ക് എത്തിയപ്പം റോബിൻ ചേട്ടനായാലും ജോളിച്ചാനായാലും ഒക്കെ പറയുന്നതിൻ്റെ, ഈവൻ അതുല്യ പറയുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഈ തലമുറയിലേക്ക് നമ്മൾ ലൈംഗികതയും സ്വകാര്യതയെയും മറ്റൊരു പറമ്പിലേക്ക് പറിച്ചു നട്ടിട്ടുണ്ടോ
എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാറ് പറഞ്ഞ ഭയങ്കര എന്താ പറയുക, ചിന്താമണ്ഡലം ചൂട് പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് സാറ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് സാറ് പറഞ്ഞതുപോലെ രതി സങ്കല്പങ്ങൾ കൊത്തിവെച്ച അമ്പലങ്ങളും ഇതുമൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും പഴയ കാലഘട്ടത്തെ പോലെ അല്ല ഇന്നത്തെ തലമുറ. അതെന്താന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് അതിൻ്റെ വീടിലുള്ള പശ്ചാത്തലമാണ്. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഒരു ആശയവിനിമയം ഉണ്ടാകുന്നതും. പിന്നെ ഇപ്പം സാറിനറിയാലോ, മെട്രോയിൽ കയറിയാൽ പോലും നമുക്ക് കണ്ണുപൊത്തി നിൽക്കേണ്ട ഒരു ഗതികേടാണ് വരുന്നത്. ആണും പെണ്ണും തമ്മിലുള്ള ഇത് അവരെ നമ്മൾ ശരിയായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിന്റെ കീഴിലായിരുന്നു നമ്മൾ എന്താ പറയുക മാതാപിതാക്കൾ കുട്ടികളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മീഡിയകളും മൊബൈൽ ഫോണിന്റെ ഉപയോഗമൊക്കെ ഒരു പരിധി വരെ, ഈവൻ സിനിമ ഉൾപ്പെടെ സീരിയൽ ഉൾപ്പെടെ ഒരു പരിധി വരെ കുട്ടികളെ ഒരു പ്രത്യേക ഭാവതലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അല്ല, ഇത് തെറ്റാണെന്ന് അതിൽ പുതിയ തലമുറയുടെ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ ആൾക്കാരാണ് കുറച്ച് കഴപ്പ് കൂടുതൽ. സോറി, ഓപ്പൺ ആയി പറയാം. ബിക്കോസ് ബസ്സിൽ പോകുമ്പോ പറയുന്നില്ല, എനിക്ക് കൂടുതൽ തോണ്ടലും പിടിക്കുന്ന കിട്ടില്ല വല്ല 60 വയസ്സിന് മേലെ അപ്പാപ്പന്മാരുടെ സൈഡിൽ നിന്ന്. എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എന്റെ ചേച്ചിന്റെ I believe that mostly എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ രണ്ട് രീതിയിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഫിസിക്കലി സെക്ഷുവലി അസോൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഐ ഹാവ് ബിൻ വിത്ത് എന്റെ ഓൺ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആൾക്കാർ ആ സൈഡ് വരെ ഐ ഹാവ് ബിൻ ഇൻ ത്രൂ ദാറ്റ് സിറ്റുവേഷൻ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ഈവൻ എന്റെ ചേച്ചിക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു തിയേറ്ററിൽ വെച്ചിട്ട്. എക്സാക്ട്ലി ഒരു അമ്മാവൻ എന്ന് പറഞ്ഞാൽ ഒരു അമ്മാവൻ പോലത്തെ ഒരാള് അയാൾക്ക് ഇപ്പോഴത്തെ തലമുറയിലെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. ദേ ആർ നോട്ട് ഡെസ്പറേറ്റ് ഫോർ ദിസ് തിങ്. ബിഫോർ മുമ്പത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ആൾക്കാർ ഡെസ്പറേറ്റ് അല്ല, ദേ ആർ ഗെറ്റിംഗ് ഇറ്റ്. ഇഷ്യൂ വരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂ മാത്രമാണ്. അല്ലാണ്ട് ഇഫ് ദേ വോണ്ട് ഇറ്റ് ദേ ആർ ഗെറ്റിംഗ് ഇറ്റ്. അവർക്ക് വേണ്ട സംഭവങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ സൈബർ ഇഷ്യൂസിലാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് ആൾക്കാർ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താ പറയുക, ഇപ്പോ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ അറിയത്തില്ല, ദർ ഇസ് എ ആപ്പ് കോൾഡ് ടെലിഗ്രാം. അതില് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പ് മാറിക്കൊണ്ടേയിരിക്കും. സോ ഈ ഗ്രൂപ്പില് ഐ തിങ്ക് ഈ ഇടയ്ക്ക് വന്നൊരു ഇതില് 5000+ മെയിൽ ഇതുണ്ട്, ആൾക്കാരുണ്ട്. അതിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ 300 രൂപ കൊടുക്കണം. 300 × 5000 ആണുങ്ങളാണ് ആ ഗ്രൂപ്പിലുള്ളത്. അപ്പൊ 300 രൂപ 5000 പേര് കൊടുക്കുമായിരിക്കും. അതിലെങ്ങനെയാ വെച്ചാൽ ഇവര് ഡെയിലി കാണുന്ന ആൾക്കാരിൽ ഫോട്ടോ എടുക്കും. ലൈക്ക് ഇപ്പൊ ബസ്സിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു സ്ത്രീനെ കണ്ടുകഴിഞ്ഞാൽ ഫോട്ടോ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്യും. ഇതിൽ കാണുന്ന ഒരു മനസ്സുഖാണ് ഇവർക്ക് കിട്ടുന്നത്. അതിനേക്കാളും വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഓൺ സിസ്റ്റർ, ഓൺ മദർ, അവരുടെ പിക്ചേഴ്സ് വരെ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വെരി ആൻഡ് ആ 5000 പേര് ഇത് കാണാൻ നിൽക്കുന്നുണ്ട്. സോ ഇമാജിൻ ദ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. നമ്മളൊരു ഫീലിംഗ് പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് നമ്മൾ ഈ പിന്നെ തുണ്ടുപടങ്ങളൊക്കെ സിനിമ കാണാൻ പോകും. തുണ്ടുപടങ്ങൾ അങ്ങനെയായിരുന്നു. ഞങ്ങളുടെയൊക്കെ ഒരു അതായിരുന്നു. വക്കീലിനത്തെ പ്രായം എനിക്കറിയില്ല. അപ്പോ ഞാനത് കാണാൻ വേണ്ടി മാത്രം പോയിട്ടുണ്ടാവും. അപ്പൊ ഈ തുണ്ടുപടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ ക്യാമറ വേണം, ലൈറ്റ് വേണം, സ്റ്റുഡിയോ വേണം, ഒരുപാട് ഫെസിലിറ്റി വേണം. ഇന്നെന്താ വേണ്ടത്? ഒരു ഫോൺ മാത്രം മതി. അത്ര ഈസി ആക്സസിബിൾ. അത് മാത്രമല്ല അതിനൊരു മാർക്കറ്റ് മറ്റതുപോലെയല്ല, അതിനേക്കാളും വലിയ മാർക്കറ്റാണ്. എത്രയാണെന്നറിയോ ലോകത്ത് ഫോൺ ബിസിനസിന്റെ മാർക്കറ്റ്? എത്രയാണെന്നറിയോ? 40 ബില്യനും 80 ബില്യനും ഇടയിലാണ്. 40 ബില്യൺ അമേരിക്കൻ ഡോളർ 80 ബില്യനും ഇടയിലാണ്. അത് ഫോൺ സൈറ്റ് എന്നല്ല പറയാം, ഫോൺ ബിസിനസ് എന്നല്ല പറയുന്നത്. പല പേരുകളിലാണ്. അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. എനിക്ക് ഇന്നലെ തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഒരു റെഫറൻസ് പിക്ചേഴ്സ് അയച്ചിട്ട് ഇതേപോലെ ഫോട്ടോ എടുക്കാൻ മുംബൈയിലാണ് ഷൂട്ട് വരുന്നത്. They were offering me 50 lakhs to do that shoot, just photo shoot but nude without face. പഴയ ആൾക്കാർ ആവശ്യമുണ്ടാവും അവർക്ക്. അങ്ങനത്തെ ഒരു മെസ്സേജ് വന്നേ. ഫസ്റ്റ് ഐ ആസ്ക്ഡ് them like ഫസ്റ്റ് ഞാൻ റിജക്ട് ചെയ്തു. പിന്നെ ഐ ടോൾഡ് ദിസ് ടു one of my friend like ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്, എന്താ സംഭവം എനിക്ക് മനസ്സിലാവില്ല, ഇവർക്ക് എന്താണ് ഇന്ന് കിട്ടുന്നത്. സോ അവള് ചോദിച്ചു ലൈക്ക് എന്താ സംഭവം, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക്, നമുക്ക് അറിയാലോ. So I asked them, ഇത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ്, ലൈക്ക് ഞാൻ ചെയ്യുന്ന പോലെ പറഞ്ഞിട്ട് ബട്ട് ഐ എം നോട്ട് ഡൂയിങ് എന്നുള്ള രീതിയിൽ ഇതിന് എന്ത് പേർപ്പസ് ആണ് ചോദിച്ചു. ഹി വാസ് ലൈക്ക് ഇത് നമ്മൾ സെല് ചെയ്യും എന്ന് പറഞ്ഞു. ലൈക്ക്
ഇറ്റ്സ് വെരി കോമൺ, എല്ലാവരുടെയും കിട്ടുന്ന സംഭവമാണ് ഇത്. ഈവൻ നമ്മൾ ഫോൺ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ കാണാം. സോ വാട്ട് ഡു യു മീൻ? ഇവിടെ എല്ലാം സെല് ചെയ്യുന്നത് ഇത് UK യിലും US ലാണ് സെല് ചെയ്യണത്. അവിടെ ഒരു ഡാർക്ക് വെബ് ഉണ്ട്. ആ വെബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് പീപ്പിളിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പെർ ഡേ അല്ലെങ്കിൽ പെർ മാഗസിൻ അല്ലെങ്കിൽ പെർ വെബ്സൈറ്റിൽ കയറണമെങ്കിൽ $3,000, $4,000, $5,000, ചിലപ്പോൾ $50,000 ആയിരിക്കും. ആൻഡ് ദേ വർ സെയിങ് ലൈക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മോഡലിനെ കാണാൻ ഏത് രീതിയിലാണ് സ്ട്രക്ചർ ആയിട്ടുണ്ടാവുക ആ രീതിയിൽ അനുസരിച്ചായിരിക്കും. സോ പീപ്പിൾ ആർ റെഡി ടു പേ ദിസ് മച്ച് എമൗണ്ട് ഫോർ ദിസ് സില്ലി തിങ്സ്. ഐ വിൽ സേ ലിറ്റർലി സില്ലി തിങ്സ് ബിക്കോസ് ഇങ്ങനത്തെ ഒരു ചെറിയ ആവേശത്തിന് imagine paying a model 50 lakhs. Who would do it? Thank you for the information. ഞാൻ യൂറോപ്പിലെ ഒരു 10 കൊല്ലം ജീവിച്ച ഒരാളാണ്. I travel a lot in the whole world. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ റെഡ് ഡിസ്ട്രിക്ട്സ് ഉണ്ടാവും. ആംസ്റ്റർഡാം, you go to Amsterdam, you go to Paris, you go to Brussels. ഞാൻ താമസിച്ച ബെൽജിയത്തിലാണ്, ആൻഡോർപ്പ് എന്ന് പറഞ്ഞ ടൗണിൽ. അപ്പൊ ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ നിന്നിട്ടും ഒരു കത്തീഡ്രൽ ഉണ്ട്. ഈ കത്തീഡ്രലിന്റെ ബാക്കിലെ റോഡിന്റെ പേര് തന്നെ സെക്സ് സ്ട്രാറ്റ് എന്നാണ്. ഓക്കെ, അതായത് ഈ പള്ളി ബെൽജിയത്തില് ആൻഡോർപ്പില് 10 വർഷം ഞാൻ ജീവിച്ചതാണ്. അതായത് ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നമ്മൾ ഇറങ്ങുന്ന റോഡിന്റെ പേര് സെക്സ് സ്ട്രാറ്റ് എന്നാണ്. അവിടെ നിന്ന് 100 അടി പോയാൽ വി കോൾ ഇറ്റ് വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഈ വിൻഡോന്റെ അവിടെ ഉള്ളി അവരുടെ നാമമാത്ര ധാരിണികൾ എന്നല്ലേ അവരുടെ അവരോടെ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കോമൺ ആണ് ഫ്രം ദ ഡേ വൺ. ഒരു ചെറിയ അതുകൊണ്ട് എനിക്കിപ്പോഴും മനസ്സിലാവില്ല നമ്മൾ പറഞ്ഞ സാധനത്തിൽ ലൈക്ക് യു മോഡൽ സംതിങ്, യു ടേക്ക് എ പിക്ചർ ആൻഡ് turn to so much money. No, I will ask them, the stupid guy go to Amsterdam or in Brussels, you get color. ഏത് നാട്ടിലെ ഏത് തരത്തിലുള്ള എന്ത് തരത്തിലുള്ള പൊക്കമുള്ളതോ വണ്ണമുള്ളതോ നീളതോ എന്റെ കൂടെ വയറ് വെച്ചതോ എല്ലാവരും ഇറ്റ്സ് നത്തിങ് എന്താ പറയാ ഒരു ബിഗ് തിങ് അല്ല ഇന്നത്തെ ലോകത്ത്. വി ഓൾവേസ് കോൾ വിൻഡോ ഷോപ്പിംഗ്. അപ്പൊ ഞാൻ ആവശ്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരുന്ന ബന്ധുക്കാര് കൂട്ടുകാര് എന്റെ വൈഫിനോട് പറയും ഇവന്മാരെ ഒന്ന് വിൻഡോ ഷോപ്പിംഗ് കഴിച്ചിട്ട് വരാം. വിച്ച് ഇസ് നോർമൽ, ഇറ്റ്സ് വെരി നോർമൽ. ആൻഡ് ദോസ് ഡേയ്സ് ദേ ആർ നോട്ട് അലൗഡ് ടു ടേക്ക് പിക്ചേഴ്സ്. ഇപ്പൊ വീഡിയോ എടുക്കാം ആൻഡ് ദേ കാൻ സ്റ്റോപ്പ് ഇറ്റ്. അല്ല, ഇതൊരു വലിയ മാർക്കറ്റാണ് അത്. പ്രിയശൈൻ, കാലഘട്ടം മാറിയതിനെ പറ്റി എന്താ ഈ അതുല്യ നേരത്തെ ഇവർ രണ്ടുപേരും സംസാരിച്ചു, ഷൈനും അതുല്യ സംസാരിച്ചപ്പോ എനിക്കൊരു അഭിപ്രായമുണ്ട്. എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഈ പുതിയ കാലത്തെ കുട്ടികളില്ലേ അവര് നമ്മളെക്കാൾ ഞങ്ങളൊക്കെ ഏജിലുള്ള ആളുകളെക്കാൾ ഒരുപാട് ഭേദമാണ്. കാര്യം എന്താ വെച്ചാൽ അവരൊക്കെ ഇടപഴകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അവർക്കിടയിൽ ഒരു വലിയ സൗഹൃദമുണ്ട്. വലിയ സൗഹൃദമുണ്ട്. അതിനേക്കാളും കോമഡി എന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, എന്റെ അച്ഛൻ പറയാറുണ്ട്, ലൈക്ക് ഞങ്ങള് വേറെ ലൈക്ക് ബോയ്സ് ഒരു സൈഡില് ഗേൾസ് ഒരു സൈഡില് നമുക്ക് പനിഷ്മെന്റ് ആയിരുന്നു ഒരു ആണ് സംസാരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ ഇടയിൽ കൊണ്ടിരുത്തുന്നത്. വി ആർ സിറ്റിംഗ്, നമ്മൾ ഒരുമിച്ച് ഇരിക്കുന്നത് നമുക്ക് ആ ഒരു ന്യൂ ആയിട്ടുള്ള സംഭവം ലൈക്ക് ആണ് അയ്യോ സംസാരിക്കാൻ പല്ലോ, അടുത്തേക്ക് പോകാൻ പല്ലോ, തൊടാൻ പാടില്ല, ആ ഒരു മൂഡേ ഇപ്പൊ എല്ലാവർക്കും. വി ആർ ജസ്റ്റ് ഇപ്പൊ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ പെണ്ണ് ലൈക്ക് ഭയങ്കര പ്രിവിലേജ്ഡോ അല്ലെങ്കിൽ ആണുങ്ങൾ ശരിയല്ലാന്നോ അല്ലെങ്കിൽ ആണുങ്ങൾ ഭയങ്കര സംഭവം പെണ്ണുങ്ങൾ ശരിയല്ല. ബോൾഡ്നെസ് കംസ് ഇൻ ബോത്ത് വേ. രണ്ടുപേർക്കും അങ്ങോട്ടും മനസ്സിലാക്കാനും അല്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അവർ മെന്റാലിറ്റി. വി ട്രീറ്റ് ഈച്ച് അതർ ആസ് ഹ്യൂമൻ. മനുഷ്യരായിട്ട് കാണോ, മനുഷ്യരായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ പെണ്ണെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ആണെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ആൻഡ് നമ്മൾ ഈ സെക്ഷുവൽ തിങ്സ് പറയുന്ന എല്ലാം നല്ല ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അന്ന് സാറ് ചോദിച്ചല്ലോ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള ഒരു ഇന്ന് യുവത്വം മുഴുവൻ മയക്കുമരുന്നിൽ അടിമപ്പെട്ടു പോയ 4 കുട്ടികളുടെ കൂട്ടത്തിൽ മോള് പറഞ്ഞല്ലോ പഴയ കാലത്ത് എല്ലാവരും കഴപ്പുള്ളവരാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പറയട്ടെ മോള് പറയട്ടെ, ഞാൻ ചേച്ചി അത് സീരിയസ്ലി പറയും. നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ ഒതുങ്ങി നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേൾക്കുകയാണ് പുതിയ അറിവുകൾ, ന്യൂ ജനറേഷൻസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന പുതിയ അറിവുകളാണ്. അപ്പൊ ഈ കഴപ്പുള്ളവരാണ് പഴയ കാലത്ത് എങ്കിൽ പറയട്ടെ, ഇന്നത്തെ കാലത്ത് കഴപ്പില്ലാത്ത ഒരു പെൺകുട്ടി 4 ആൺകുട്ടികൾ അവർക്ക് കഴപ്പെന്ന് പറയുന്നൊരു സംഭവം ഇല്ല. അവര് ഒരു മണിക്ക് സമയത്ത് എറണാകുളം സിറ്റിയിൽ ചായ കുടിക്കാൻ പോയി അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കാൻ പോയി. ഒരു സഹപ്രവർത്തകരാണ്. ഇങ്ങോട്ട് മാറി നിന്ന് 3 അവന്മാരും പോയി മയക്കുമരുന്ന് അടിച്ചിട്ട് വന്നിട്ട് ആ സ്ത്രീയെ മിസ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവിക്കുമ്പോൾ അപ്പം ലൈംഗികപരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഈ മോള് പറഞ്ഞ ആ ഒരു ഈക്വാലിറ്റിയും
അതാള് ഇതല്ല എന്ന് പറഞ്ഞ അതാണ് മോളെ ഈ കാലഘട്ടത്തിന്റെ ശാപം. അന്ന് ബോധമുള്ള മനുഷ്യരായിരുന്നു, മയക്കുമരുന്നിൽ അധിഷ്ഠിതമായിരുന്നില്ല ഇത് യുവത്വം. നമ്മൾ അറിയാനുള്ള റീസൺ ഇവിടുത്തെ പബ്ലിസിറ്റിയും ന്യൂസും മീഡിയ ആണ്. പണ്ട് ഇത് പുറത്ത് തുറന്ന് പറയുന്ന ആൾക്കാർക്ക് പേടിയായിരുന്നു. പക്ഷെ ഇത്രത്തോളം ക്രൂര കൃത്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ അറിയാത്തതായിരിക്കും. പണ്ടത്തെ കാലത്തും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായില്ല. പണ്ടത്തെ കാലത്ത് ഞാനൊരു മലയോരത്ത് ജനിച്ചു വളർന്നവനാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് വാട്ടുചാരാണ്. ഞാൻ വാറ്റുണ്ടാക്കാൻ എക്സ്പെർട്ടായി ഇന്നും. ഞാൻ അത് വിട്ടിട്ടുണ്ട്. ഞാൻ ഒരു ഏരിയയുടെ മൊത്തം ഇതിപ്പോ മറ്റേ മന്ത്രിമാരൊന്നും കേൾക്കരുത്, അല്ലെങ്കിൽ അത് വിറ്റ് മൊത്തം വ്യാപാരം നടത്തുക. വി യൂസ് ടു സെൽ എ ലോട്ട് ഓഫ് ആൽക്കഹോൾ. ഓക്കെ, അന്നത്തെ ലഹരി അതാണ്. പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും അന്നത്തെ കഥകളൊക്കെ പറയാൻ തുടങ്ങി കണ്ടവാനുണ്ട്. ഞാൻ അവിടെ അവിടെയൊക്കെ എഴുതാറുമുണ്ട്. ബട്ട് ഇന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ they are very open. They are not hiding. ഞാൻ ഒരു സ്ഥലത്ത് പോയാൽ അത് തുറന്നു പറയാനും അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പുതിയ തലമുറ ചിന്തിക്കുന്നതിനെ പറ്റി സംസാരിക്കാനും അതിൽ കാണിച്ചത് അവർ കാണിക്കുന്ന ആയതുകൊണ്ടാണ്. അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് സെക്സ് ആണെങ്കിൽ, മനുഷ്യന്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്ര ദിനം മൂടി പിന്നെ അതൊന്ന്. രണ്ടാമത്തെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോ നമ്മൾ പറഞ്ഞ കേസിലെ വാദിയുടെ വക്കീൽ ഇതെല്ലാം കേട്ട് നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഓരോ വശത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു ക്യാമറ പോലും വളരെ അപൂർവമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം ആ കാലഘട്ടം മാറി. ഇന്നിപ്പം നമ്മുടെ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എല്ലാ വീടുകളിലെയും CCTV ഉള്ള വീടുകളാണ്. ഒരു വണ്ടിയിൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വണ്ടികളിൽ ക്യാമറയുണ്ട്. നമ്മൾ ഹോട്ടലിൽ മുറിയെടുക്കുമ്പോൾ ക്യാമറയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇതുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ചിലപ്പോൾ നമ്മുടെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം, കേരള സംസ്ഥാനത്തിന് അതിൻ്റെതായ ചില പ്രത്യേക പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ എത്ര അതിനെ ഇടിച്ചു താഴ്ത്തുമ്പോഴും നമ്മുടെ സംസ്കാരം ഒരു വലിയ സംസ്കാരം ഉള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ ഇത് പ്രചരിക്കപ്പെടുമ്പോഴും ഇതുകൊണ്ട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന മാനം അല്ലെങ്കിൽ അതിന്റെ അപമാനം, ആ കുടുംബം നേരിടുന്ന പ്രതിസന്ധി, അതിന്റെ ഒരു വശമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇതിനെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി ഒരു ലാഘവബുദ്ധിയോടെ ഇതിനെ ഒരു ഫണ്ണിയായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. അല്ല, ഇത് പൊതുവെ ഇതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോയി. 4 വയസ്സുള്ള ഒരു മകളുടെ മുമ്പിൽ വെച്ച് ലൈംഗികമായ രതിവൈകൃതം അത് കാണിച്ചതിന് ശേഷം അത് ഷൂട്ട് ചെയ്ത് സ്വന്തം ഫോണിൽ ഇടുകയും മറ്റുള്ളവർ പകർത്തുകൊടുക്കും. 1. 2, ഇപ്പൊ പറയുന്നല്ലോ, ഇപ്പൊ പലരും പറയുന്നു ഇത് ചിത്രീകരിച്ചത് എങ്ങനെയാണ്, അത് അങ്ങനെയാണോ ചിത്രീകരിച്ചത്, ഇത് എന്തുകൊണ്ട് പെൺകുട്ടി ഇതിനെ എതിർത്തില്ല. അതൊന്നും ഒരു സ്ത്രീക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്ത്രീയും പുരുഷനും പിന്നെ സ്നേഹത്തോടെ, ഇപ്പൊ കാമുകന്മാരാണെങ്കിൽ പോലും ഒരു കാമുകൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഈ ചെയ്തത്. മനസ്സിലായില്ലേ? കാമുകന്മാരെ നമ്മളും കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ കാമുകന്മാരെ ആയിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ ഒരു കോളേജിൽ പഠിച്ചവരാണ്. അപ്പൊ നമ്മളൊക്കെ ഓരോ കാലഘട്ടത്തിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കാമുകൻ ഇത് കാണിക്കുമോ? കാണിക്കത്തില്ല. അപ്പൊ ഭർത്താവായ ഒരു ആളാണ് ഇത് കാണിച്ചിരിക്കുന്നത്. തന്നെയല്ല, അവിടെ ആ സ്ത്രീ തിരഞ്ഞെടുത്തത് എന്താണ്? അയാളെ ഉപേക്ഷിക്കാനല്ല, അയാളെ ഇവിടെ വന്ന് കൗൺസിലിംഗ് വിധേയമാക്കാനാണ് ശ്രമിച്ചത്. അപ്പൊ നമ്മുടെ എല്ലാ സ്ത്രീകളെയും ഒരുപോലെ കാണാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ഇതിനപ്പുറത്തൊരു തലമുണ്ടെന്നുള്ള റോബിൻ തിരുമലയുടെ ആ ഒരു നിരീക്ഷണം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും നമ്മൾ ഇതിനെ ഒരു എന്തോ പറയുന്നത് നിസ്സാരമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ നിയമങ്ങളെ പറ്റി നമ്മൾ പറയുന്നു, നിയമങ്ങൾ, കുട്ടികൾ, ഈ ഇത്തരം നിയമങ്ങളൊക്കെ നമ്മൾ എഴുതി പുസ്തകത്തിൽ വെച്ച് പിന്നെ നിയമ സംവിധാനത്തിനെ നമ്മൾ ഊറ്റം കൊള്ളുമ്പോഴും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വാളയാറിലെ പിന്നെ ലൈംഗിക പീഡനം, കുട്ടികളുടെ മരണം, ആ കുട്ടിക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? കേരളത്തിൽ എത്ര ഇതുപോലുള്ള സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? നമ്മുടെ സിസ്റ്റത്തിനും ഇതിനകത്ത് പാളിച്ചുണ്ട്. ഇതിനകത്ത് 2 കാര്യമാണ്. സിസ്റ്റത്തിൽ പാളിച്ചൂടെ പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ പാളിച്ചുണ്ട്. കാരണം 2 വീലറിൽ 3 പേര് പോയാൽ എറിഞ്ഞിടുന്ന പോലീസ്, ബൈക്കിൽ ഹെൽമെറ്റ് വെക്കാതെ പോയാൽ ചേസ് ചെയ്ത് വണ്ടി മുട്ടിക്കുന്ന പോലീസ്, ജനം കുറച്ചുപേർ കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ അടിച്ചോടിക്കുന്ന പോലീസ്,
പലപ്പോഴും. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ എന്തെങ്കിലും ഒരു കമന്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അവന്റെ വീട്ടിൽ അർദ്ധരാത്രി വൃദ്ധനാണെങ്കിൽ പോലും പോയി പിടിച്ചുകൊണ്ട് പോകുന്ന പോലീസ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും പോലീസ് എന്ത് ചെയ്യുന്നില്ല? പോലീസ് വേണ്ടത്ര. വക്കീലിനോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇത്തരം വീഡിയോസ് പ്രചരിപ്പിക്കുന്നതിൽ തൊണ്ടി മുതൽ നിലയ്ക്ക് സാർ ഈ ഫോണുകളൊക്കെ കയ്യിലിരിക്കുന്ന പോലീസിന് പങ്കില്ല? പോലീസ് ഇതിനകത്തിൽ കൃത്യമായി ഇടപെടുകയും നമ്മുടെ പ്രചരിപ്പിക്കുന്നതിൽ ഉണ്ട്, തീർച്ചയായിട്ടും പങ്കുണ്ട്. പലപ്പോഴും പോലീസ് തന്നെ ഇത്തരത്തിലുള്ള പിന്നെ മറ്റേ കൈമാറുന്നുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പിന്നെ കുറ്റകൃത്യങ്ങളിലെ പോലീസിന് ഇപ്പം IT ഇപ്പം നമ്മുടെ ഇപ്പം ഒരുപാട് പുതിയ പദങ്ങൾ വരുന്നുണ്ട്, തൂഫാൻ അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ IT ഒഫൻസിൽ പെട്ടുന്ന ഒരാളെ IT ഒഫൻസ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് ആരെന്ന് പരിശോധിക്കണം. IT ഒഫൻസ് നിലവിൽ വന്നിട്ട് കുറച്ചു കാലമായല്ലോ. ഇപ്പം ഈ സർക്കാരിന് ഇരിക്കുമ്പോഴും കഴിഞ്ഞ പിണറായി സർക്കാരാണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പാണെങ്കിലും IT ആക്ട് ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിട്ടുള്ള എവിടെയാണ്? രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തി അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തി എന്നുള്ളതിലാണ്. ലൈംഗിക കുറ്റവാളികൾക്കെതിരെ എത്ര IT ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്? സിസ്റ്റത്തിലും പാലിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ ഞാൻ പൂർണ്ണമായും പ്രശാന്ത് പറയുന്ന ഒരു ഡയമെൻഷൻ നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അതായത് സെക്ഷൽ പെർവേർഷനും സെക്ഷൽ ക്രിമിനൽ ആക്ടിവിറ്റീസും നമ്മൾ വളരെ സീരിയസ് ആയി കാണേണ്ടതുണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ സമൂഹം ലൈംഗികതയും ശരീരശാസ്ത്രത്തെയും ഒക്കെ കാണുന്ന ഒരു തലം പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ചികിത്സ നടത്തേണ്ടതാണ് തീർച്ചയായിട്ടും. ഇതൊരു ഒരു അച്ഛൻ ഭർത്താവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. നമ്മുടെ ചെയ്യാത്ത കാര്യം. കാമുകനോ പറഞ്ഞ കാര്യം ഒരു വലിയൊരു ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യം. അതെ. എന്നാൽ ലൈംഗികത ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ പുതിയ തലമുറ തുറന്ന മനസ്സോടും ഒക്കെ കാണുന്നു എന്നുള്ളത് പ്രോത്സാഹനപരമാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മോളെ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത്, അതായത് ഈ നമ്മുടെ ഇവിടെയല്ല പുറത്ത് ഒരു കുട്ടി അല്ലല്ല പറയട്ടെ, പുറത്തായാലും എല്ലാവരും മനുഷ്യർ തന്നെയാണ്. ബ്ലഡ് നമ്മുടെ സിരകളിലൂടെ ഒന്നും ബ്ലഡാണ്, ശ്വസിക്കുന്ന വായുവാണ്, കുടിക്കുന്ന വെള്ളമാണ്. അവിടെ ഇവിടെ എന്നുള്ള ഇതല്ല. മോള് പറഞ്ഞതുപോലെ ഈക്വാലിറ്റി, അതായത് ഇപ്പൊ എല്ലാവരും നല്ല ഓപ്പൺ ആയിട്ട് പറയും, ബോൾഡ് ആയിട്ട് നിൽക്കും. ഒരു കൂട്ടുകാരന്റെ കൂടെ അടുത്ത് അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല, ഇങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല എന്നൊക്കെ അല്ലല്ല പറയട്ടെ മോളെ. അപ്പൊ ഈ ആ പയ്യന്റെ കൂട്ടത്തിൽ അവള് പറഞ്ഞു നമുക്ക് കുന്നിന്റെ മൊണ്ടേ പോകാമെന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് കൂട്ടുകാരെ വിളിച്ചു വരുത്തിയിട്ട് ആ കുട്ടിയെ മൃഗീയമായിട്ട് നമ്മള് എന്താ പറയുക മനസ്സിലാക്കുന്നില്ല മോളെ. അത് വെറുതെ വാക്കുകളിൽ കൂടെ പറയാം. ഞാനൊരു എഴുത്തുകാരി ആയതുകൊണ്ട് പറയാം, ഒരുപാട് കുട്ടികളുടെ മാതാപിതാക്കള് പറയുന്നുണ്ട് ചേച്ചിയുടെ അടുത്ത് മകള് വഴിതെറ്റിപ്പോയ കാര്യം, മിസ്യൂസ് ചെയ്ത്. അത് കുട്ടികളല്ലേ, നിങ്ങളുടെ തലമുറയിലുള്ള ആൾക്കാരല്ല പറയുന്നത് തെറ്റിപ്പോയെന്ന്. അത് മക്കൾക്കും കൂടെ തോന്നണം. കാലാകാലങ്ങളായിട്ട് നടന്ന സംവാദമാണ് ഇത്. നിങ്ങൾ പറയുന്ന പോലെ ഇവിടെ മാത്രം കാര്യമല്ല, ആ സമയത്ത് മുമ്പ് കാലാകാലങ്ങളിൽ പഴയ തലമുറ, പുതിയ തലമുറ, മിഡിൽ തലമുറ, എല്ലാ മനുഷ്യരിലും ഒരു മൃഗമുണ്ട്. എവ്രി വൺ ഹൈഡിങ്. നിങ്ങൾ പറഞ്ഞ 3 മുഖങ്ങളിൽ ഒരെണ്ണം നല്ലതും ഒരെണ്ണം സ്വാഭാവികമുള്ള മൂന്നാമത്തെ എന്നുള്ളതുണ്ട്. അത് ആണായാലും പെണ്ണായാലും ഒരു ദിവസം ചാൻസ് കിട്ടുമ്പോൾ അത് പുറത്തെടുക്കും. പക്ഷെ ജോളി സാറിനകത്തൊരു കാര്യമുണ്ട്, ഇതിനെ പരിഹരിക്കാൻ പറ്റും കുറച്ചൊക്കെ. അടിച്ചാൽ മതി. അല്ലല്ല, ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഘട്ടം വരെ ആ കുഞ്ഞിൽ ആ അച്ഛനും അമ്മയും കൊടുക്കുന്ന സന്ദേശങ്ങൾ, അല്ലെ അവരെ പറഞ്ഞു കൊടുക്കുന്നത്, അതിനെ പറ്റി ചൂണ്ടിക്കാണിക്കുന്നത്, ഇതൊക്കെ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു ഗൈഡൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ആരറിയോ? ഈ സംഭവത്തിനെ കുറിച്ച് ഒരുപാട് ക്യൂരിയസ് ആയിട്ട്, അയ്യോ ഈ സംഭവം ഇങ്ങനെ ഒരു സംഭവമാണ്, ഇങ്ങനെ ചെയ്തതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊരു കോമൺ ടോപ്പിക്കായിട്ട് ആൾക്കാർ സംസാരിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒന്ന് ബോധവൽക്കരിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള പേടി കൊണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഓ ഇത് അടിപൊളിയാണ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഫ്രണ്ട്സ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ ഇതൊരു ഭയങ്കര പുതുമയായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്ന സംഭവമാണ്. എനിക്ക് ഒരു കാര്യം നിരീക്ഷിക്കണം. എന്തുകൊണ്ട് ഇത് ഞാൻ
പറഞ്ഞു വെച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, പീപ്പിംഗ് ടോം. എന്തുകൊണ്ട് ഇത് UK ബേസ്ഡ് ആണ്? അല്ല, അതൊരു വിഷയമാണ് ജോളിച്ചന്റെ അടുത്ത് എനിക്ക് സംസാരിക്കേണ്ട കാര്യം. അതായത് UK പഠിക്കാൻ പോയിട്ട് വരുന്ന കുട്ടികളിലൊക്കെ തന്നെ ഒരു പരിധി വരെ, എല്ലാവരെയും അല്ല, ശ്രമിക്കണം, ആ സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അല്ല, ഈ പിന്നെ എന്താ പറയാ, ഓപ്പൺ റിലേഷൻഷിപ്പ്, സ്വാപ്പിംഗ്, ഞാനൊരു ആൻസർ പറയാൻ ഇതെല്ലാം കൂടുതൽ കണ്ടുവരുന്നത് UK യൂറോപ്പ് പഠനം കഴിഞ്ഞ് തിരിച്ചു. യൂറോപ്പിനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ അതിനകത്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം കൂടെ പറയാം. പത്തനാപുരം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണല്ലോ ഇതിനകത്ത് കേരളത്തിൽ ആദ്യമായി ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്, മറ്റ് ദൃശ്യമാധ്യമങ്ങളിലെല്ലാം കൂടെ വന്നത്. അവര് UK പോയിട്ടായിരുന്നു. ഞാൻ വേറൊരു കേരളത്തില് ഇന്ത്യ ഭരിച്ചിരുന്ന ആരാണ്? ബ്രിട്ടീഷ്, റൈറ്റ്? അവരുടെ ഒരുപാട് നിയമങ്ങളും പാർട്ടികളും ബഹളങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പാർട്ടിക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോയാൽ ദേ വിൽ കീപ് ദ കീ ഒരു ട്രെയിനകത്ത് വിടും. ആ കീ എടുക്കുന്ന ആളുടെ കൂടെ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എടുക്കുന്നത്, അത് ഒരാളുടെ വേറൊരാളുടെ വണ്ടിയായിരിക്കും. ആ സ്ത്രീ ഗോ വിത്ത് അവരുടെ പോണം. ദാറ്റ്സ് കോൾഡ് ഷോപ്പിംഗ്. അത് നടന്നിരുന്ന സ്ഥലമാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അവർ കൊണ്ടുവന്നതാണ്. അതെ, അല്ലല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫും കൊണ്ടല്ലേ? UK ആണ് പറയുന്നത്. അവരാളെ ഭരിച്ചിരുന്നത് 200 കൊല്ലം നമ്മൾ ഭരിച്ചപ്പോ അവിടെ പോയ കുറെ അവശിഷ്ടങ്ങൾ നമ്മൾ ഇനിയും പേറുന്നുണ്ട്. 1. നമ്പർ 2, ഇവിടെ കുറെ ക്ലബ്ബുകൾ ഉണ്ടാക്കി. ഇപ്പൊ അത് എസ്റ്റേറ്റിലെ പാർട്ടികൾ പിന്നെ ക്ലബ്ബുകൾ ഉണ്ടാക്കി. അതിലൊരു പാർട്ട് ആർമിയിലും നടന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ഐ ഡോണ്ട് നോ റൈറ്റ് ഓർ റോങ്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചതിൽ ശേഷിപ്പുകളാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ പിള്ളേർ അവിടെ പോകുന്നു. എന്തിനാ അവിടെ പോകുന്നത്? നമ്മൾ പല പ്രാവശ്യം പല ചർച്ചകളും വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് തെറി കിട്ടിയ 2-3 ചർച്ചകളും ഉണ്ട്. പക്ഷെ നൗ ദേ ബിലീവ് ഇറ്റ്. ഇറ്റ്സ് ഒരു 5 മില്യൺ അങ്ങോട്ട് പോയതാ അല്ലേ നമ്മുടെ ഇതിനകത്ത്. നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ബഹുഭൂരിപക്ഷം യൂറോപ്പിൽ പോണത്, പഠിക്കാനല്ല. വെദർ യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്. സ്വാതന്ത്ര്യം അപ്പൊ ഇവിടെ ആരോ കെട്ടിട്ട മാതിരിയാണ്. അപ്പൊ ഇത് എന്താണ്, ഇതിന്റെ അപ്പുറത്തേക്ക് അവിടെ എന്തോ പാലും തേനും ഒഴുകുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഞങ്ങൾക്ക് സർവ്വസ്വാതന്ത്ര്യമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വഴിയെറ്റിപ്പോണ ഒരൊറ്റ റീസൺ ഉണ്ട്. ഇവിടെ നിങ്ങൾ എക്സ്ചേഞ്ചിൽ എല്ലാ കംഫർട്ടിൽ നിന്നാണ്. അവിടെ നിങ്ങൾ മിറ്റടിക്കണം, സ്വന്തം കഴുകണം, കുക്ക് ചെയ്യണം. പിന്നെ ഒരു രോഗം വന്നാൽ യു ഡെഡ്. കാരണം നിങ്ങൾ അവിടെ മെഡിക്കൽ ഇസ് ഡെഡ്. ഇവിടെ ആവുമ്പോൾ ഫ്രസ്ട്രേറ്റ് ആവും. പിന്നെ ജോലി കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഏജന്റുമാര് വ്യാമോഹിപ്പിച്ച് പോയ അവിടെ ചെല്ലുമ്പോൾ ജോലി ഇല്ല. നിങ്ങൾക്ക് ഒരു 20 മണിക്കൂറോ ജോലി ചെയ്യാൻ പാടുള്ളൂ. എവിടെ? ഒരു മാസം. നിങ്ങളുടെ ബേസിക് മിനിമം വേതനം എന്ന് പറഞ്ഞാൽ ഒരു 10 പൗണ്ട് എന്ന് വെച്ചോ. 10 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപ. ഓക്കെ, സോ അല്ലെങ്കിൽ 1 പൗണ്ടിന് 1000 രൂപ അങ്ങനെ വെച്ച് കണക്കൂട്ടിക്കുക. ഈ 10 പൗണ്ടേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ വണ്ടി ഓടിക്കുന്നത്. അവിടെ 60,000-70,000 രൂപ റെന്റ് കൊടുക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ ചാന്ത് കൺമഷി പൊട്ടുകൊടുക്കണം, ഡ്രസ് വാങ്ങിക്കണം. നോ മണി. വാട്ട് ദേ ഡു? They are into the extra curricular activities. Frustrated ആവും. കാരണം സാറ് നന്നായി, ഞാൻ നന്നായിട്ടില്ല. സോ വാട്ട് ഐ ഡു? വളഞ്ഞു ഒഴുകി പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് സത്യം. അവൻ പോയിരിക്കുന്നത് എന്റെ വളരെ അടുത്ത എന്റെ ഒരു ക്ലയന്റിന്റെ ഓഫീസിൽ. ഞാൻ അവിടെ ചെന്നടിക്കും. നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മളെ UK ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെയൊക്കെ പറയുമ്പോഴും ഇതുമായിട്ട് സബ്ജക്റ്റുമായിട്ട് വ്യത്യസ്തമായ ഒരു കാര്യം പറയാം. അവര് നമുക്ക് അവര് പണിഞ്ഞ പാലങ്ങളും അവര് പണിഞ്ഞ നിർമ്മാണങ്ങളും മുഴുവൻ ഇപ്പോഴും ഡിമോളിഷ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. നമ്മൾ പണിഞ്ഞ പാലങ്ങളും നമ്മൾ പണിഞ്ഞ 10 വർഷം യൂറോപ്പിൽ പോയിട്ട് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു പാർട്ണർ എടുത്താണ് ജോലിയെ പോയത്. അവിടെ പോയിട്ട് അവര് ശമ്പളം കിട്ടിയവനങ്ങനെ വലിയ കാര്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കാലാവസ്ഥയൊക്കെ മൊത്തം കുഴപ്പമായി. ഒരു സ്വാതന്ത്ര്യമില്ല. പുള്ളി അവിടുന്ന് അങ്ങനെ തന്നെ 6-ാം മാസം തിരിച്ചു വന്നപ്പോൾ നല്ല ഇവിടുന്ന് ഹിന്ദി ഒരു വാക്ക് പോലും അറിയാത്ത ആള് തിരിച്ചു വന്നപ്പോൾ ഗംഭീരമായിട്ട് ഹിന്ദി പറയുന്നത്. എന്താ കൂടെയുള്ള ജോലി ചെയ്യുന്ന മുഴുവൻ ഹിന്ദി പഠിക്കാൻ പാട്ടെ പോട്ടെ. മനസ്സിലായില്ലേ? ഇതാണ് അവിടുത്തെ സ്വാതന്ത്ര്യം. അപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പോകും. അപ്പൊ അത് തേടിപ്പോകും. നമുക്ക് കിട്ടാത്തതാണ് നമ്മൾ തേടി പോകുന്നത്. അതിപ്പോ സെക്സിന്റെ കാര്യത്തിലാണ്. അത്രേ ഉള്ളൂ. ഞാൻ എനിക്ക് മറ്റേ സ്വാപ്പിംഗ് ആ സംഭവങ്ങളെ കുറിച്ച് വന്നപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ തോന്നിയത്, ദാറ്റ് ഇത് ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ
സെക്സ് സോറി അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെന്താ? പിന്നെ അയ്യോ. അത് നിങ്ങൾ സെക്ഷൻ പറഞ്ഞത് അല്ലാണ്ട് വേറെ വല്ല ചോക്ലേറ്റ് എന്ന് പറയാൻ എണ്ണ പറ്റുമോ? ചേർന്ന് വേറെ പറയാൻ ഞാനതിനെ വിളിക്കുന്ന സംസാരിക്കും. ഞാനതിനെ വിളിക്കുന്ന സക്സസ് എന്നാണ്. അതല്ല. കേട്ടോ? ഞാനതിനെ വിളിക്കുന്ന സക്സസ് എന്നാണ്. സക്സസുമായിട്ട് സെക്സിന് അത്രയും ബന്ധമുണ്ട്. ഓക്കെ Sex. Okay. Success. Okay, please, please, യാ please. ഇഫ് അത് നമ്മൾ ലവ്ലി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിവൈൻ ആയിട്ട് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഡിഫറെന്റ്. പക്ഷെ നമ്മൾ വിഷ്വലി കാണുന്നതാണ് ആൾക്കാർ കൂടുതൽ അഡാപ്റ്റ് ചെയ്യുക. നമ്മളിപ്പോ കേൾക്കുന്നതിനേക്കാളും കാണുമ്പോൾ ഒരു ആകാംക്ഷ കൂടുതലാണ്. വാട്ട് എവർ വി ആർ സീയിങ് ഇൻ പോൺ സൈറ്റ്സ് ലൈക് ബ്രൂട്ടൽ, ഹാർഡ് കോർ, 3some 5some, സ്റ്റെപ്പ് ഡാഡ് സ്റ്റെപ്പ്, നമ്മളുടെ മൈൻഡ് ഫക്ഡ് അപ്പ് ആക്കി. ഇമാജിൻ ഇപ്പൊ ഞാൻ എനിക്ക് ഐ ഹാവ് എ മദർ, ഇഫ് ഷീ ഈസ് മാരീഡ് ടു someone else because they were in love or whatever reasons, പക്ഷെ ദാറ്റ് ഗായ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് മീ ലൈക്ക് വെരി ഗുഡ്, ആ രീതിയിൽ നോക്കുന്ന ഒരാളാണെന്ന് വെച്ചോ. ഇഫ് ദാറ്റ് ഗായ് ഈസ് സീയിങ് ദിസ് കൈൻഡ് ഓഫ് വീഡിയോ unintentionally or unintentionally ആ ഒരു തോട്ട് പോകും ലൈക്ക് ഓക്കെ ഐ ഡു ഹാവ് എ സ്റ്റെപ്പ് ഡോട്ടർ. ആ ഒരു വീഡിയോ കാണുമ്പോൾ ദാറ്റ് തിങ് വിൽ ഗോ. അത് കണ്ടിട്ട് ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവും. ഇപ്പൊ ഈ ആക്ച്വലി ദിസ് ഓൾ തിങ് ഇസ് ഫേക്ക് ഇൻ പോൺ സൈറ്റ്സ്, എവരി വൺ നോസ് ഇറ്റ്. അവര് വ്യൂസിന് വേണ്ടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ബ്രൂട്ടൽ തിങ്. ഇത് കാണുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് പ്ലഷർ. ആൻഡ് ഇത് ഈ റേപ്പ് എന്നുള്ള സംഭവം ഉണ്ടാവാനുള്ള റീസൺ തന്നെ ഏകദേശം ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. ഈ ബ്രൂട്ടൽ കാണുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ദിസ് കൈൻഡ് ഓഫ് പ്ലഷർ ദാറ്റ് സീയിങ് ദിസ് ഗേൾ ഇസ് like being so loved. It's so big. She is getting that kind of pleasure. So these people thinks that the actual woman ന്റെ മുമ്പിൽ ചെയ്യുന്നത് ഭയങ്കര പ്ലഷറിങ് തിങ് ആണെന്നാണ് ഇവരുടെ വിചാരം. ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട്. ഇറ്റ് ഈസ് വെരി പെയിൻഫുൾ. നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ they don't know what we are feeling. സോ ഈ സ്വാപ്പിംഗ് തിങ് ആണെങ്കിലും എവറിത്തിങ് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ട് ഇവരതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അതിൽ നിന്നാണ് ഇവർക്ക് ഈ ഒരു മൈൻഡ് തോട്ട് പോണത്. അങ്ങനത്തെ ഒരു തിങ് ഈ ലോകത്ത് ഇപ്പൊ നിങ്ങളുടെ പണ്ടത്തെ കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുന്ന ബ്ലൂ ഫിലിംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് റയർലി കാണാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ലൈക്ക് ഞാൻ കേട്ടിട്ടുള്ളതാണ് ലൈക്ക് പോയിട്ട് മേടിക്കുന്നത് ഭയങ്കര സീക്രട്ടിവിറ്റി ആയിരിക്കും, തിരിച്ചു കൊടുക്കുന്നത് അല്ലേ, അങ്ങനത്തെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അറിയാനുള്ള ഒരു വഴി മാത്രമാണ്. അല്ല ഞാൻ ബ്ലൂ ലഗൂൺ സിനിമ എത്ര പ്രാവശ്യം പോയി ഇതിനെ കുറിച്ച് അറിയാനുള്ള ഒരു വഴി മാത്രമാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇത്ര അധികം സംഭവങ്ങൾ ഉണ്ടെന്ന് ഇത് ഭയങ്കര കോമൺ ആയപ്പോ ഇറ്റ്സ് ലൈക്ക് വൈഡ് വെറൈറ്റീസ് എന്നുള്ള സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നത്. $80 billion അങ്ങനെയും പറയാം. $80 നമുക്കത് if we love a person, നമുക്ക് അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് വരണമെങ്കിൽ നമുക്ക് അതിനൊരു കോമൺ നോർമൽ ലവിംഗ്ലി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കേണ്ട ഒരു രീതിയാണ് നമ്മൾ പഠിക്കുന്നത്. സമ്മതിച്ചാൽ മാത്രം ചിത്രീകരിക്കുക, അല്ലെങ്കിൽ ചിത്രീകരിക്കരുത്, തെറ്റാണ്. അല്ല അത് ഇമോഷൻ ബ്ലെയിം ചെയ്തിട്ട് ചിലപ്പോൾ കാണാനാണ്. പിന്നെ പറഞ്ഞ ഞാൻ കൺക്ലൂഡ് ചെയ്യാനുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നത് ഇവര് പറഞ്ഞ ആ ഒരു തിങ് എനിക്ക് തോന്നുന്നില്ല എല്ലാ പെണ്ണുങ്ങളും ബോൾഡ് ആയിരിക്കണം എന്ന് ഞാൻ പറയില്ല, ആവില്ലായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ അവർ ഇമോഷണൽ സ്റ്റെബിലിറ്റി. നമ്മളുടെ ഇമോഷൻ ഏത് രീതിയിലാണ്. എനിക്കിപ്പോ ബോൾഡ് ആയിട്ട് വളരാനുള്ള ഒരു പാരന്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നീ പറയണം, ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ. പക്ഷെ ചിലവർക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ എന്റെ വീട്ടിലൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ പോയി പറയണം, മുഖത്ത് നോക്കിയിട്ട് പറ്റില്ല എന്ന് പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലവരുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചും കൂടി ഉണ്ടാവില്ല. ലൈക്ക് ഇതിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര മോശമായിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് ചിലവർക്ക് ഉണ്ട് ലൈക്ക് കല്യാണം കഴിയുമ്പോൾ ഇത് എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നത്. പുതിയ തലമുറയിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും ഒരുമിച്ച് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു പെണ്ണ് നോ പറഞ്ഞില്ല എന്നത് പറഞ്ഞതുകൊണ്ട് തുറന്ന ചർച്ചകൾ കുടുംബത്തിൽ നടക്കണം. ഓക്കെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. സാധാരണഗതിയിൽ ചർച്ചകൾ തുടങ്ങി തീരുമ്പോൾ ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും, ചില കാര്യങ്ങളിൽ നമ്മൾ ഒരു വഴിക്കടിയും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ അടിച്ചു പിരിയും എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ചർച്ച നമ്മൾ തുടങ്ങിയത് ഒരു തലത്തിലും ചർച്ച മുന്നോട്ട് പോയത് മറ്റൊരു തലത്തിലും, ചർച്ച എന്നെ ഉൾപ്പെടെ പഠിപ്പിച്ചത് പുതിയ ചില കാര്യങ്ങളുമാണ്. ലോകത്ത് ഏറ്റവും വലിയ ഇൻഡസ്ട്രികളിൽ ഒന്നാണ് പോൺ ഇൻഡസ്ട്രി. ലോകത്ത് ഏറ്റവും അധികം ആൾക്കാരെ സ്വാധീനിക്കുന്ന ചിന്തകളിൽ ഒന്നാണ് ലൈംഗികത. ഇതിനെ സാമൂഹ്യമായും സാംസ്കാരികമായും ഓരോ ദേശത്തിനതീതമായും ഇതിനെ എങ്ങനെ ക്രമപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഗൈഡ് ലൈനുമില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നു. ഇവിടെ നമ്മൾ ഓരോരുത്തരും അവരുടേതായ നമ്മൾ ഓരോരുത്തരുടേതുമായ മര്യാദകൾ കണ്ടെത്തി ജീവിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നീ ചർച്ച നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ലൈംഗികതയും കുടുംബവും സ്വകാര്യതയുമൊക്കെ ഗോപ്യമായി എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും ചിട്ടപ്പെടുത്താൻ സ്വയം രൂപപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റു മാർഗമില്ല. തൽക്കാലം നിർത്തട്ടെ, ഇനിയും തുടരാം. നമസ്കാരം.